നിങ്ങൾ രോഗമുള്ളവരുണ്ട്, സാമ്പത്തിക കടങ്ങളിൽ നട്ടം തിരിയുന്നവരുണ്ട്, പലതരത്തിൽ മാനസിക ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കുടുംബ സമാധാനം ഇല്ലാത്തവരുണ്ട്. ചിലരെ എന്നെ കാണുമ്പോൾ പറയും, അച്ഛാ വല്ലാത്ത തകർച്ചയാണെന്ന് പറയും. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നറിയാതില്ല. സാധാരണ ആൾക്കാർ പറയുന്ന വാക്കാണ് തകർച്ച. നിങ്ങളുടെ സങ്കടങ്ങളെ നിങ്ങൾ തകർച്ചയെന്ന് വിളിക്കരുത്. പിന്നെ എന്തെന്ന് വിളിക്കും? ബൈബിളിൻ്റെ ഭാഷ ഉപയോഗിക്കാൻ പാടുള്ള, അല്ലാതെ പിശാചിൻ്റെ ഭാഷ ഉപയോഗിക്കരുത്, ലോകത്തിൻ്റെ ഭാഷ ഉപയോഗിക്കരുത്. നമ്മൾ പറയേണ്ടത്, അച്ഛാ കർത്താവ് എൻ്റെ കരുണ ലഭിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ കരുണ ലഭിക്കേണ്ട ഒരവസ്ഥയിലാണ് ഞാൻ. അതാണ് സംഭവം, അതാണ് സത്യം. നമ്മളെ ഉടമ്പടി ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താ? കർത്താവിൻ്റെ കരുണ ലഭിക്കാനാണ്. കർത്താവിൻ്റെ കൈ നീണ്ടു വരണം നമ്മുടെ കുടുംബത്തിലേക്ക്. അതാണ് നമ്മുടെ ഉദ്ദേശം. കർത്താവിൻ്റെ കൈ നീണ്ടു വരണം, നമ്മുടെ രോഗത്തിനെ വന്ന് തൊടണം. എനിക്കൊരു ചേച്ചിയുടെ സാക്ഷി ഇഷ്ടപ്പെട്ട ഭയങ്കരമായിട്ട്. അവരറിഞ്ഞില്ല അവരെ കർത്താവ് സുഖപ്പെടുത്തിയത്. 5 കൊല്ലമായിട്ട് അവർക്ക് കുനിയാൻ പറ്റാതിരുന്നല്ലേ. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോഴേ അറിയാതെ അവർ കുനിഞ്ഞ് കാലെ തൊട്ടപ്പോൾ പിന്നെയാണ് തിരിച്ചറിഞ്ഞ, കർത്താവേ എനിക്കിത് തൊടാൻ പറ്റുന്നില്ല എന്നല്ല 5 കൊല്ലമായിട്ട് കർത്താവ് എന്നെ സുഖപ്പെടുത്തി എന്നവർ തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ചില അനുഗ്രഹങ്ങൾ കുറച്ച് കഴിഞ്ഞ് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം ഒരു തിരിച്ചറിയുന്ന വിഷയമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തിന് കാലവും സമയവും ഒന്നും ഇല്ലാത്തത് കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിയുന്നെന്ന് ഈശോ പറഞ്ഞില്ലേ. അറിയുമ്പോൾ തന്നെ ആ വിഷയം അവിടുന്ന് ഏറ്റെടുക്കും. പക്ഷേ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അറിയുന്ന കർത്താവിൻ്റെ കൈ നമ്മളിലേക്ക് നീണ്ടു വരണതിനെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിന് കരുണ തോന്നണം. അതാണ് വിഷയം. കർത്താവിൻ്റെ കൈ നിൻ്റെ കുടുംബത്തിലേക്ക് നീണ്ടു വരണമെങ്കിൽ എന്ത് തോന്നണം? കർത്താവിന് നിന്നോട് കരുണ തോന്നണം. കാര്യം 2 കോടി കടം 3 കോടി കടമെന്നൊക്കെ പറയുമ്പോഴേ എനിക്കിപ്പോൾ ഒന്നും ഫീൽ ചെയ്യത്തില്ല. പണ്ടൊക്കെ ഞാനൊക്കെ ദൈവമേ കടം എങ്ങനെ കൊടുക്കും മനുഷ്യർ എന്ന് പറയും. ഇന്നിപ്പോൾ നമ്മൾക്കറിയാം, അമ്മ ഒന്ന് വിചാരിച്ചാൽ ഈശോ അതിൻ്റെ അപ്പുറത്തതും ചെയ്യുമെന്ന്. ഇപ്പോൾ ഒരു സാക്ഷി നമ്മൾ കേട്ടില്ലേ, അവർക്ക് പോലും അറിയത്തില്ല അവിടെ അക്കൗണ്ടിൽ ആരാ കാശിട്ടതെന്ന്. ആ അക്കൗണ്ടിൻ്റെ ഉടമസ്ഥന് ആരാണ് അവരുടെ അക്കൗണ്ടിലേക്ക് കാശിട്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ആ വചനമൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരണ എന്താ അറിയാവോ? നിങ്ങൾക്ക് അറിയാത്ത മന്ന, അജ്ഞാത അപ്പം എന്നൊക്കെ പറഞ്ഞ് ബൈബിളിൽ വലിയ ഒരു അപ്പം തന്നത്, അപ്പം എവിടുന്ന് വന്നെന്ന് അറിയത്തില്ല, എവിടുന്ന് വരുന്നുവെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് മണവാളൻ വെള്ളം വീഞ്ഞായി കഴിഞ്ഞപ്പോഴേ ആ കാര്യസ്ഥൻ ചെന്ന്, സ്റ്റീവാർഡ് ചെന്ന് മണവാളിനോട് ചോദിക്കും. അതിൻ്റെ കഷ്ടം അതാണ്. നീ എന്താ ഇത്രയും നാൾ ഈ നല്ല വീഞ്ഞ് സൂക്ഷിച്ച് വെച്ചിരുന്നു? കാര്യം എന്താണ്? അതെവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല. ആർക്കറിയത്തില്ല? കാര്യസ്ഥിനി അറിയത്തില്ല. വെള്ളം കോരിയവർക്കറിയാം.
വിറക് വെട്ടിയവർക്കും അറിയാം. ആ ചില്ലറക്കാരിയല്ല. ചില കാര്യങ്ങൾ എവിടുന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വന്ന് ഒരു പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് അറിയേണ്ടവർക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ദൈവമെന്നും പറഞ്ഞ് നടക്കുന്ന അയ്യോപാവികളുണ്ടല്ലോ, വെള്ളം കോരികളും വിറക് വെട്ടുകാരികൾ. ബൈബിൾ പറയുന്നുണ്ടത്. അത് വെള്ളം കോരിയ ഭൃത്യന്മാർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ അതെങ്ങനെയാണ് വന്നതെന്ന്. ഇത് തന്നെ നമ്മുടെ അനുഗ്രഹങ്ങൾ സംഭവിക്കേണ്ടത്. ആരോട് പറഞ്ഞാലും സമ്മതിക്കത്തില്ല ആ അക്കൗണ്ടിലെ പൈസ എങ്ങനെ വന്നു. പക്ഷേ അവർക്കറിയാം. അവർ പറയും മാതാവ് കൊണ്ടുവന്ന് ഇട്ടതാണെന്ന് പറയും. വെള്ളം കോരിയ ഭൃത്യന്മാർക്കറിയാം അതെങ്ങനെയാണ് വെള്ളം വീഞ്ഞായെന്ന്. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗത്തിനൊരു ജീവന്റെ പൂജ്യമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പക്ഷെ ഇങ്ങനെ കർത്താവിൻ്റെ കൈ നമ്മളിലേക്ക് നീണ്ടു വരണമെങ്കിൽ കർത്താവിൽ എന്ത് ഒരു മാറ്റം ഉണ്ടാകണം? ദൈവത്തിന് മാറ്റം ഉണ്ടാവത്തില്ലെന്ന് നമുക്കറിയാം. അബ്സ്ട്രാക്റ്റ് പ്യുവറായിട്ടെന്നൊക്കെ ഞങ്ങൾ ഫിലോസഫി പഠിക്കും. പക്ഷേ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ മേലെ തീരുമാനമെടുക്കുന്നത് ദൈവത്തിൻ്റെ ബുദ്ധിയല്ല, ദൈവത്തിൻ്റെ ഹൃദയമാണ്. ഹൃദയത്തിനെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റത്തിന് വിധേയമാണ്. അതുകൊണ്ടാണ് മോശസ് പ്രാർത്ഥിച്ചപ്പോഴേ കർത്താവ് തീരുമാനത്തിൽ നിന്ന് മാറിയെന്നൊക്കെ പറയത്തില്ലേ. കർത്താവ് മോശസ് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഇസ്രായേലിനെ ശിക്ഷിക്കണമെന്നുള്ള തീരുമാനത്തിൽ നിന്ന് കർത്താവ് മാറി. അപ്പോൾ ദൈവത്തിന് മാറ്റം ഉണ്ടാകണേ എങ്ങനെയാ? കർത്താവിൻ്റെ കൈ നിൻ്റെ രോഗങ്ങളിലേക്ക് കടങ്ങളിലേക്ക് ഇങ്ങനെ അടുത്ത് വരണത് എങ്ങനെയാണ്? ബൈബിൾ പറയും അവന് കരുണ തോന്നുമ്പോഴാണെന്ന് പറയും, അല്ലേ? കർത്താവിന് കരുണ തോന്നി കൈ നീട്ടിയെന്നാണ് ബൈബിൾ പറയണത്. മർക്കോസിൻ്റെ സുവിശേഷം 1:41. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യം വളരെ സിമ്പിളാണ്. കുഷ്ഠരോഗിയോടാണ്. കർത്താവ് അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ, അപ്പോൾ കർത്താവിൻ്റെ രണ്ട് കാര്യങ്ങളാണ്. മനസ്സില്ലാത്ത അവസ്ഥയും വരാം, മനസ്സുള്ള അവസ്ഥയും വരാം. അപ്പോൾ നമ്മളെ കാണുമ്പോൾ ദൈവത്തിന് മനസ്സുണ്ടാവണം, അല്ലേ? മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഇപ്പോൾ ദൈവത്തിന് മനസ്സ് വരുത്താൻ എന്താ മാർഗം? ഇപ്പം കർത്താവിൻ്റെ കൈ നീണ്ടു വന്നത് എങ്ങനെയാ? മർക്കോസ് 1:41 കരുണ തോന്നിയപ്പോഴാണ്. നമ്മളെ കണ്ട കർത്താവിന് കരുണ തോന്നണം. ഒരുത്തൻ ജില്ലയെ അള്ളിപ്പിടിച്ചിരുന്നില്ലേ? 12 സിഗരറ്റൊക്കെ 2-3 കൂട് സിഗരറ്റ് ഒരു ദിവസം വലിക്കുന്ന മകൻ അവനെ വിളിച്ചപ്പോൾ അവൻ വന്നല്ല, അമ്മ വിളിച്ചപ്പോൾ വന്നില്ലേ? ചില്ലയിൽ അള്ളിപ്പിടിച്ചിരുന്നെന്നല്ലേ പറയണത്. എന്നിട്ട് പറഞ്ഞു, മകനെ അമ്മയുടെ പെട്ടിയിട്ടും പോടാ. അമ്മയോട് പറഞ്ഞ് കണ്ണുനീരോടെ, ഇനി ഒരിക്കലും ഇതിലേക്ക് വന്ന് വീഴാൻ എന്നെ അനുവദിക്കല്ലേ എന്ന് ഇപ്പം കരുണ കാണിച്ച്. അതൊക്കെ ഭയങ്കരമായ സംഭവമല്ലേ ശരിക്കും? ദൈവത്തിന് കരുണ തോന്നി അവനോട്. കാര്യം എന്താ? അവരുടെ വർത്തമാനം കേട്ടപ്പോഴാണ് കരുണ തോന്നണത്. എന്നിട്ട് അവരുടെ വിശ്വാസമില്ലേ? കർത്താവ് എപ്പോഴും കാണുന്ന ഒരു സംഭവമുണ്ട്. എന്താ? തളർവാദ രോഗി കട്ടിലോടുകൂടെ താഴേക്ക് ഇറക്കിയപ്പോൾ എന്താ പറയണത്? 2:9 മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് അവിടെ വിശ്വാസം കണ്ട് എന്നാ പറയണത്, അല്ലേ? വിശ്വാസം കാണുകയും ചെയ്യാം, വിശ്വാസം കേൾക്കുകയും ചെയ്യാം. ഇപ്പോഴേ വിശ്വാസം കേൾക്കുകയാണ് ചെയ്യണത്.
വിശ്വാസം കണ്ടാലും വിശ്വാസം കേട്ടാലും ദൈവത്തിൻ്റെ കൈ നീണ്ടു വരണമെങ്കിൽ നമ്മളോട് തോന്നേണ്ടത് എന്താ? കരുണയാണ്. കരുണ തോന്നണം. കർത്താവിന് നമ്മോട് കരുണ തോന്നണമെങ്കിൽ എന്ത് സംഭവിക്കണം? കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കരുണ തോന്നിയാൽ എനിക്കും കരുണ തോന്നും. നമുക്ക് കരുണ തോന്നിയാലേ, അതല്ലേ ദുഷ്ടഭൃത്യ, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ നിൻ്റെ സഹഭൃത്യനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന് നമ്മോട് കരുണ തോന്നാനുള്ള കാരണം എന്താ? മത്തായിയുടെ ശ്ലീഹായുടെ സുവിശേഷം 18:33. മത്തായി 18:33 എന്താണ്? നമ്മൾ ഇപ്പം നിങ്ങൾ ഉടമ്പടി പ്രകാരം കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാരുണ്യപ്രവൃത്തി തന്നെ 2 തരമുണ്ട്. ആധ്യാത്മികമുണ്ട്, ശാരീരികമുണ്ട്. എനിക്ക് വിശന്ന് നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറയുന്നത് ശാരീരിക കാരുണ്യ പ്രവൃത്തിയാണ്. ആ ശാരീരിക കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടണമെന്ന് നിർബന്ധമില്ല. എന്താ കാര്യം? ഉടമ്പടി എടുത്തതിൻ്റെ പ്രകാരമായിട്ട് നിങ്ങൾ കർത്താവിനെ ഒപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടി എന്തെങ്കിലും ഇനി വലിയപ്പനെ കുളിപ്പിക്കണമല്ലോ നാശം, ഉടമ്പടി എടുത്തു പോയതിൻ്റെ പേരിൽ കുളിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ പ്രശ്നം. ഇപ്പം നിങ്ങളുടെ അമ്മായിയപ്പൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ വ്രണം പിടിച്ച് കുളിക്കാതെയും പല്ല് തേക്കാതെയും ബോധമില്ലാതെയും ഈ പ്രാഥമിക കാര്യങ്ങളൊക്കെ കട്ടിലേസ് തന്നെ സാധിച്ച് അകൃതം പിടിച്ച് കിടക്കുകയാണ്. ഇയാളെ പോയി കുളിപ്പിക്കാനാണ് ഉടമ്പടി പറഞ്ഞിരിക്കുന്നത്. ഇയാളെ പോയി കുളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. കാരുണ്യവാ. രോഗിയെ സന്ദർശിക്കുന്നത് എന്താണ്? കാരുണ്യ പ്രവൃത്തിയാണ്. നിങ്ങളെ പത്രം കൊണ്ട് കൊടുക്കണില്ലേ, അത് എന്തിനാണ്? ഈശോനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അതും കാരുണ്യ പ്രവൃത്തിയാണ്. എന്താ? കർത്താവിന് അവർക്ക് കൊടുക്കുക എന്നുള്ള, അറിയാത്തവർ അറിയിക്കുക എന്നുള്ള ആത്മാവിനോടുള്ള കാരുണ്യ പ്രവൃത്തിയാണത്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവൃത്തിയാണ്. പക്ഷേ ഈ കാരുണ്യ പ്രവൃത്തി ആത്മാവിനോട് ചെയ്താലും ശരീരത്തോട് ചെയ്താലും നമ്മുടെ ഉള്ളിൽ എന്താണ് വേണ്ടത്? കാരുണ്യം വേണം. അല്ലാതെ നമ്മൾ ദൈവത്തോടൊരു എഗ്രിമെൻ്റ് ചെയ്തിട്ടുണ്ട്, ആ കരാർ പ്രകാരം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഒപ്പിച്ച് വെക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കാരുണ്യം ഉണ്ടാവണം നിർബന്ധമില്ല. ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താ? ഇത് ചെയ്യാനുള്ള കാരുണ്യം തരണമെന്ന് പ്രാർത്ഥിക്കണം. എന്താ? ഉടമ്പടി ഇല്ലെങ്കിലും ചെയ്യണം. മനസ്സിലായില്ലേ? ഒരു കാര്യം നീ ചെയ്യുമ്പോൾ ഓർക്കണം, ഉടമ്പടി ഇല്ലെങ്കിൽ ഞാനിത് ചെയ്യുമോ എന്ന് ഓർക്കണം. കർത്താവിനോട് ഉടമ്പടി ഒരു കൊല്ലത്തേക്കല്ലേ വേണ്ടത്. അപ്പോൾ ഉടമ്പടി കഴിഞ്ഞിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുമല്ലോ, ഇല്ലേ? അപ്പോൾ ഉടമ്പടി ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമോ? ചെയ്യുമെന്നാണ് നമ്മൾ അന്തരംഗം പറയുകയാണെങ്കിൽ നമുക്ക് കാരുണ്യം കിട്ടിയെന്നതിൻ്റെ അർത്ഥം. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള കരാറിൻ്റെ അപ്പുറത്ത് അങ്ങയുടെ സ്നേഹത്തെ പ്രതി ആത്മാവിനോടും ശരീരത്തോടും കാരുണ്യം കാണിക്കാൻ അതുവഴി അങ്ങയുടെ കാരുണ്യത്തിന് നിത്യത വരെ അർഹമായി തീരാൻ എന്നെ അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ കർത്താവായ ദൈവമേ, കാരുണ്യത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്നു. അഭിഷേക വചനങ്ങളാൽ ഞങ്ങളെ ശക്തിപ്പെട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യൻ്റെ പ്രവർത്തനമോ ദൈവമല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അങ്ങനൊരു വചനമുണ്ട്.
എപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഉടമ്പടിയിൽ എന്തെഴുതിയിട്ടാലും മനുഷ്യൻ്റെ ആഗ്രഹമോ ദൈവമല്ല, ആഗ്രഹമോ പ്രവൃത്തിയോ അല്ല. ഒന്ന് പറഞ്ഞ്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രവൃത്തിയോ അല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. റോമാലേഖനമാണ് 9:16. റോമാ 9:16. ഒന്ന് പറഞ്ഞ്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രവൃത്തിയോ അല്ല ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഇപ്പം എപ്പോഴും കളി അറിഞ്ഞാണ് കരുക്കൾ നീക്കേണ്ടത്. വചനം പഠിക്കണത് എന്തിനാ? വചനം പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഇപ്പം തന്നെ ഉദാഹരണം, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഉടമ്പടിയിൽ എഴുതി വെക്കുന്നു അല്ലേ? അപ്പോൾ അച്ഛന് പറയാനുള്ളത് എന്താണെന്നറിയാമോ? ഈ ഉടമ്പടിക്ക് പുറത്ത് ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. അതെന്നാ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങളുടെ കാൽക്കുലേഷനിൽ വന്ന മിസ്കാൽക്കുലേഷനാണ്, നിങ്ങളുടെ കണക്കൂടലിൽ വന്ന ചെറിയ പെശക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രയോറിറ്റി തീരുമാനിക്കുന്നതിൽ, പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? മുൻഗണന തീരുമാനിക്കുന്നതിൽ ഒരു മെഡിറ്റേഷൻ ഇല്ലാതെ വന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. മുൻഗണന തീരുമാനിക്കുമ്പോൾ, ആവശ്യങ്ങളുടെ മുൻഗണന ഇല്ലേ, അത് തീരുമാനിക്കുമ്പോൾ ഒരു ചെറിയൊരു ധ്യാനം വേണം, ഇരുന്ന് ആലോചിച്ചിട്ട് വേണം അത് ചെയ്യാൻ. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മുൻഗണന നല്ലവണ്ണം അറിയാം. ഇപ്പം അച്ഛനിടയ്ക്ക് പറയാം, 5 സെൻറ്റ് സ്ഥലം നിങ്ങളുടെ, ഇപ്പോൾ ഉടമ്പടി എഴുതിയിരിക്കുന്ന കാര്യത്തിൽ 5 വീടിൻ്റെ വാതിൽക്കൽ കൊടുക്കാൻ പോകണം, 5 സെൻറ്റ് സ്ഥലത്തിൻ്റെ കാര്യം ഉടമ്പടിയിലില്ല. കാരണം ഒരു ചേച്ചി സാക്ഷ്യം എന്താ പറഞ്ഞത്? അയൽവാസിക്ക് അങ്ങനെ ഒരു സ്ഥലം പട്ടണത്തിലുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് എന്താണ്? പട്ടണത്തിലൊരു ബേക്കറിയാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ അറിവിൻ്റെ പരിമിതികളുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ പട്ടണത്തിൽ അവർക്ക് ബേക്കറി കിട്ടും. അതെന്താ കാര്യം? ദൈവത്തിന് അറിയാവുന്നതനുസരിച്ച് കൊണ്ട് അത് ക്രമീകരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ എഴുതുമ്പോൾ 5-6 കാര്യം എഴുതാനും പറഞ്ഞു. 6 കാര്യം എന്താ എഴുതാൻ പറയാൻ കാരണം? 6 കൽഭരണിയാണ്. ഇപ്പം ചില അച്ഛന്മാർ ചോദിച്ചേ, 3 പാപം ഉപേക്ഷിച്ചാൽ മതിയാ, ബാക്കി പാപം എല്ലാം ചെയ്യാവാന്ന്. ഓരോ അച്ഛന്മാർ ഓരോ ചോദ്യം ചോദിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ 3 പാപമല്ല, 3 മാസം കൂടുമ്പോൾ 3 പാപങ്ങൾ, അങ്ങനെ 1 കൊല്ലമാകുമ്പോൾ 12 പാപങ്ങൾ ഉപേക്ഷിക്കണം. അതിൻ്റെ അകത്ത് 4 തലപ്പെട്ട ദോഷങ്ങളാണ്. ഒരു 12 പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ തന്നെ ആരാകും? നമ്മളൊരു വേദസാക്ഷിയാകും. ഉടമ്പടി നിങ്ങളെ ഒരു വിശ്വാസിയെ വിശുദ്ധനാക്കി മാറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാർക്കശ്യം എടുക്കുന്നത്. എന്താ വെച്ചാൽ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് 1 തെസ്സലോനിക്ക 5:19 അനുസരിച്ച് കൊണ്ട്, അല്ല 3:19 അനുസരിച്ച് കൊണ്ട് ദൈവ തിരുസന്നിധി നമ്മൾ വിശുദ്ധിയുള്ളവരായി തീർന്നാൽ പിന്നെ എന്താ? നിസ്സാരമല്ലേ കാര്യങ്ങൾ. എബ്രാഹത്തിനോടും പറഞ്ഞതും മോസസിനോടും പറഞ്ഞതും ഈശോ വന്നപ്പോൾ പറഞ്ഞതും എല്ലാം ഒന്നാണ്. എന്താണ്? നീ എൻ്റെ മുമ്പാകെ നടക്കുക, വിശുദ്ധിയുള്ളവനാവുക. ഉടമ്പടി നിങ്ങളെ വിശുദ്ധരാക്കും. അപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരെല്ലാവരും വിശുദ്ധി കർത്താവിൻ്റെ വചനങ്ങളിൽ നമ്മളെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ എബ്രഹാത്തിനോട് പറഞ്ഞു, നീ എൻ്റെ മുമ്പാകെ നടന്ന് വിശുദ്ധിയുള്ളവനാകാൻ പറഞ്ഞു. അപ്പോൾ നമ്മളത് എപ്പോഴും ധ്യാനിക്കുന്ന വിഷയമാണ്. എന്താ? എബ്രഹാത്തിന് വാഗ്ദാനം കൊടുത്ത്, സ്ഥലവും കൊടുത്ത്, സന്താനവും കൊടുത്ത്. എബ്രഹാത്തിന് വേണ്ടിയിരുന്നത് എന്താ? സ്വന്തമായൊരു സ്ഥലവും സ്വന്തമായ സന്താനവും. ഇപ്പോൾ സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ഇല്ലേ? നമ്മളെ സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. എബ്രഹാത്തിന് പറഞ്ഞു, എനിക്ക് സ്വന്തമായ സ്ഥലവും സ്വന്തമായ സന്താനവുമാണ്. അപ്പം ഞാൻ എപ്പോഴും മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു വാക്ക് ചേർത്ത് പ്രാർത്ഥിക്കും. എന്താ? കർത്താവേ, ഇവരുടെ രക്തത്തിൽ തന്നെ അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറയും. എന്നിട്ട് ഞാൻ അഡോപ്ഷൻ പോലും അംഗീകരിക്കത്തില്ല. ഒരു നിവർത്തിയ ലാസ്റ്റ് ഓപ്ഷനായിട്ടാണ് നമ്മൾ ദത്തിലേക്ക് പോണത്.
ആദ്യ അക്ഷരം കുറിച്ച വിശേഷങ്ങൾ ഇവിടെ ഞായറാഴ്ച പ്രസംഗത്തിൽ സൂചിപ്പിച്ചപ്പോൾ നമ്മുടെ ബ്രിട്ടാസച്ചനില്ലേ, പണ്ട് ഇവിടെ ജോലി ചെയ്ത് ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് മാതാവിൻ്റെ ഇവിടെ വർക്ക് ചെയ്യുക. ബ്രിട്ടാസച്ചൻ ഈ പ്രോഗ്രാം ലൈവായിട്ട് കണ്ടിട്ട് എഡിവേഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ആ പറഞ്ഞത് കുറച്ചുകൂടി വിശദീകരിച്ച് പറയണമെന്ന്. എന്താ സംഭവിച്ചത്? എഴുത്ത് തുടങ്ങിച്ചപ്പോൾ സംഭവിച്ചത്, കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് എഴുത്ത് തുടങ്ങിച്ചപ്പോഴേ ഒരു നവീൻ കൃഷ്ണ എന്ന് പറഞ്ഞ കുഞ്ഞിനെ എഴുത്ത് തുടങ്ങിച്ച്. അപ്പോൾ നവീൻ കൃഷ്ണൻ എൻ്റെ മടി കൊണ്ടുവന്ന് അപ്പനും അമ്മയും വെക്കുമ്പോഴേ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ? അച്ഛാ, നമ്മുടെ അൾത്താരയിൽ നിന്ന് മാതാവ് തന്ന കുഞ്ഞാണെന്ന് പറഞ്ഞു. നമ്മുടെ അൾത്താരയിൽ നിന്ന് മാതാവ് തന്ന കുഞ്ഞാണെന്ന്. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചു. ഇതിനെ ഞങ്ങൾ ഉടമ്പടി ചെയ്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി. കാര്യം ഉടമ്പടി തുടങ്ങിയത് സെപ്റ്റംബർ മാസം, നവംബർ മാസം 2015. അപ്പോൾ നവംബർ മാസം 2015 ഉടമ്പടി തുടങ്ങിയത്. അപ്പോൾ ഡിസംബറിലാണ് ഇവർ ഉടമ്പടി ചെയ്തത്. അപ്പോൾ ഈ ഡിസംബറിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ഇന്നിപ്പോൾ ഉടമ്പടി ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മണിക്കൂർ ആണ് ശുശ്രൂഷയുടെ സമയമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ രാവിലെ വന്നവർ രാത്രിയാണ് പോയത്. 1300 പേരാണ് ഇന്നലെ ഉടമ്പടി ചെയ്തത്. നേരത്തെക്കാർ 300-ലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇന്നലെ ഫ്രീ ഡേറ്റ് ആയ 1300 പേരാണ്. അപ്പോൾ ഇവർ ഉടമ്പടി ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് എത്ര പേരാണെന്ന്? 5 പേര്. 2015 ഡിസംബർ മാസം ഈ നവീൻ കൃഷ്ണയുടെ മാതാപിതാക്കന്മാർ ഉടമ്പടി ചെയ്യുമ്പോൾ 5 പേരാണ് ഉണ്ടായത്. ഒരു തിരക്കുമില്ലായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഉടമ്പടി കിട്ടിയിട്ട് അമ്മ ഇതിനെക്കുറിച്ച് എല്ലാ വശങ്ങളും അറിയാൻ പാടില്ലാത്തൊരു കാലമായിരുന്നു. അതിൻ്റെ സ്കെൽട്ടം മാത്രമേ അമ്മ തന്നുള്ളായിരുന്നു. വിശുദ്ധീകരിക്കുക, ദൈവം ശക്തീകരിക്കുക എന്നുള്ളത് മാത്രമേ അന്ന് പറഞ്ഞുള്ളായിരുന്നു. അപ്പോഴേ അത് രൂപപ്പെട്ട് വന്നപ്പോഴേ ഈ മാതാപിതാക്കന്മാർ ഇപ്പോൾ ഇന്ന് 6 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർ ഇത് സാക്ഷ്യം പറഞ്ഞല്ലേ. 38 വർഷമായിട്ട് കല്യാണം കഴിക്കാത്തവർ ഇന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഈ മാതാപിതാക്കന്മാർ 6 വർഷമല്ല, നവീൻ കൃഷ്ണയുടെ മാതാപിതാക്കന്മാർ 20 വർഷമായിട്ട് മക്കളില്ലാത്തവരാണ്. 20 വർഷമായിട്ട് മക്കളില്ലാത്തവരാണ്. അപ്പോഴവർ 20 വർഷം എന്ന് പറയുമ്പോൾ നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് അവസാനം പരാജയപ്പെട്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വന്ന് അഭയം പ്രാപിക്കുമ്പോൾ ഉടമ്പടി ചെയ്യണവർ ഉടമ്പടി ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ഈ കല്ലിൽ നിന്ന് എബ്രഹാത്തിൻ്റെ സന്തതികളെ, ഇപ്പോൾ മത്തായി 3:9 നമ്മൾ എന്താ പറയണത്? ഈശോ എന്നാ പറഞ്ഞത്? ഈ കല്ലിൽ നിന്ന് എബ്രഹാത്തിൻ്റെ സന്തതികളെ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഒന്ന് പറഞ്ഞ്, ഈ കല്ലിൽ നിന്ന് എബ്രഹാത്തിൻ്റെ സന്തതികളെ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. എബ്രഹാത്തിൻ്റെ സന്തതികൾ എന്ന് പറയുന്നത് ആരാ? നവീൻ കൃഷ്ണയും ഇവിടെ സാക്ഷ്യം പറഞ്ഞ മുസ്ലിം സഹോദരങ്ങളും അതുപോലെ എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവരും എല്ലാവരും എബ്രഹാത്തിൻ്റെ സന്തതികളാണ്. എങ്ങനെയാണത്? എബ്രഹാത്തിൻ്റെ വിശ്വാസത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴാണ് നമ്മൾ എബ്രഹാത്തിൻ്റെ സന്തതികളായി മാറുന്നത്, ഇല്ലേ? ഇപ്പം ഈശോ എന്നാ പറഞ്ഞത്? ഈ കല്ലിൽ നിന്ന്, കല്ലാണെന്ന് വിചാരിച്ചോ, ശരീരം കല്ലാണെന്ന് വിചാരിച്ചോ, അവിടെ ബീജവുമില്ല, അണ്ടവുമില്ല. ഉള്ള ബീജത്തിന് ഓട്ടവുമില്ല, ഉള്ള ബീജത്തിന് മൂമെൻസുമില്ല, ഒന്നുമില്ല, കല്ലാണ്. ചില പറയാം, അച്ഛാ പീരീഡ്സ് ആയിട്ട് തന്നെ 6 മാസമായെന്ന് പറയും. അതേതാണ്ട് പീരീഡ്സ് തീർന്നു പോയ ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഡോക്ടർമാർക്കും കൺഫ്യൂഷനാണെന്ന് പറയും. അപ്പം കല്ലാണ് ശരീരം. അതിൻ്റെ എല്ലാവിധ സ്വാഭാവികമായ പ്രതിദിന പ്രവണതകളെല്ലാം അങ്ങ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. കല്ലാണ്. പക്ഷെ കല്ലാണെങ്കിലും അൾത്താരേ അവസാനത്തെ അഭയമാണ്. എന്താണ്? കർത്താവ് നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. നിൻ്റെ ശരീരം കല്ലാണെങ്കിലും ഈ കല്ലിൽ നിന്ന് എബ്രഹാത്തെ സന്തതി ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. നമ്മളെപ്പോഴും വിചാരിക്കേണ്ടത്, അമ്മ ഒരു വിഷയത്തിൻ്റെ സങ്കീർണത
അമ്മ മനസ്സിലാക്കിയെന്ന് ദൈവം മനസ്സിലാക്കാൻ വേണ്ടി അമ്മ ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഈ വിഷയത്തിൻ്റെ സങ്കീർണത, ഇതിൻ്റെ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് അമ്മ അതിൻ്റെ രൂക്ഷത മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ദൈവം അറിയാൻ വേണ്ടി അമ്മയുടെ ഉള്ളമ്മ പങ്കുവെച്ചതാണ്. അപ്പം എനിക്കറിയാം, എന്നെ സംബന്ധിച്ചിടത്തോളം നിത്യകന്യയായി ജീവിക്കാനുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഒരു ആഗ്രഹമാണ് മനസ്സിൽ കൊണ്ടുനടന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുരുഷനെ അറിയുക എന്നുള്ള ഒരു വിഷയവുമായി എൻ്റെ ജീവിതത്തിന് വലിയ ബന്ധമില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോഴേ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? അത്യുന്നതൻ്റെ ശക്തി. ലൂക്കാ 1:35 എന്ന് പറഞ്ഞ അത്യുന്നതൻ്റെ ശക്തി, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അപ്പം അത്യുന്നതൻ്റെ ശക്തിയുടെ പ്രത്യേകത എന്താണ്? നമ്മളിൽ പ്രവർത്തിക്കുന്നതാണ്, ഇല്ലേ? ഇപ്പം ലൂക്കാ 1:35 അനുസരിച്ച് കൊണ്ട് അത്യുന്നതൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇങ്ങനെ എന്താണ് അൺമൂഡ് മോറായിട്ട് അബ്സ്ട്രാക്റ്റായിട്ടായിട്ട് ഇരിക്കുകയല്ല. അത്യുന്നതൻ്റെ ശക്തിയുടെ പ്രത്യേകത നമ്മളിൽ പ്രവർത്തിക്കുകയാണ്. എൻ്റെ മക്കളത് മനസ്സിലാക്കണം. അത് ശരീരത്തിലായാലും ഇൻ്റർവ്യൂവിനായാലും ടെസ്റ്റിനായാലും എവിടെയായാലും ഈ സംഭവം പ്രവർത്തിക്കും. അത്യുന്നതൻ്റെ ശക്തി ഒന്ന് പറഞ്ഞേ, നിന്നിൽ പ്രവർത്തിക്കും. ഒന്നുകൂടി പറഞ്ഞേ, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അപ്പം ജപ്തി നടപടിയാണെന്ന് പറഞ്ഞാലും നീ മനസ്സിൽ പറയണം, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. ഒന്ന് പറഞ്ഞേ, നിന്നിൽ പ്രവർത്തിക്കും. എനിക്ക് ക്യാൻസർ ആണെങ്കിൽ നീ പറയണം, അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രവർത്തിക്കും. അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രവർത്തിക്കും. അതാണ് സംഭവം. ആ ഒരു വലിയ ദൈവികമായ രഹസ്യം മനുഷ്യരാശിയോട് പറയാൻ ദൈവത്തിന് കഴിഞ്ഞത് അമ്മ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണ് സംഭവിച്ചത്. അത് ദൈവം പറഞ്ഞു, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. പിന്നീട് സെന്റ് പോൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. എന്താണ്? ബലഹീനതയിലാണ് ഈ അത്യുന്നതൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് ലൂക്കാ 1:35 പറയുമ്പോൾ എപ്പോഴാണ് അത്യുന്നതൻ്റെ ശക്തി പ്രവർത്തിക്കണതെന്ന് 2 കൊരിന്ത്യർ 12:9 പറയും സെന്റ് പോളിലൂടെ പരിശുദ്ധാത്മാവ്. എന്താ പറയണത്? അത്യുന്നതൻ്റെ ശക്തി ദൈവ പൈതല് നിന്നിൽ പ്രവർത്തിക്കണത് നിന്റെ ബലഹീനതയിലാണെന്ന്. കൈ അടിച്ചു കയറുന്ന കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതകളെ സമർപ്പിക്കുന്നു. ഓ ദൈവമേ, അത്യുന്നതനായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതകളിൽ അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. അവിടുത്തെ ശക്തി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. എല്ലാ ബലഹീനതകളും സമർപ്പിക്കട്ടെ. എല്ലാ ബലഹീനതകളും സമർപ്പിക്കട്ടെ. കർത്താവിന്റെ ശക്തി നിറയട്ടെ. ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായിരിക്കട്ടെ. അപ്പോഴേ ബലഹീനത ബൈബിള് ഒരുപക്ഷെ ലോകത്തിലെ ഒരേ ഒരു പുസ്തകം മനുഷ്യൻ്റെ ബലഹീനതയെ ഇത്ര പോസിറ്റീവായിട്ട് കാണുന്ന വേറൊരു പുസ്തകമില്ല. അതാണ് ജീവൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ് ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബലഹീനമാകുന്ന സാഹചര്യങ്ങളിലെല്ലാം, ഇപ്പം കടമായാലും രോഗമായാലും എന്ത് തരത്തിലും നിൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം നീ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വചനം ഓർക്കണം. ഏതാണ്? ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. 2 കൊരിന്ത്യർ 12:9-10 അതെ. അത് അങ്ങനെ ഇപ്പം ബലഹീനത വരുമ്പോൾ ഒരു വ്യക്തി എന്തുമാത്രം ദൈവത്തിൻ്റെ കൃപയിൽ ആണ് എന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറയണത് നിങ്ങൾക്ക് എന്ത് സമയം വചനം ഓർപ്പിക്കാൻ കിട്ടുന്നുവെന്നതിനെ അനുസരിച്ചാണ്. മനസ്സിലായില്ലേ? ഇപ്പം നിന്നെ പെട്ടെന്ന് ജപ്തി നടപടിയാണെന്ന് ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, ലേലമാണെന്ന് പറഞ്ഞു.
ലേലമാണെന്ന് നിങ്ങളുടെ വസ്തുവിന് ലേലമാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു സാധനം വന്ന് വീഴുമ്പോൾ പെട്ടെന്ന് നമ്മൾ താഴേക്ക് ഇരിക്കും. പക്ഷേ സ്പ്രിങ് പോലെ വീണ്ടും ചിലർ പഴയ രീതിയിൽ തന്നെ വരും. എന്താ കാര്യം എന്ന് വെച്ചാൽ ചില കൊടിയ വിശ്വാസികളുണ്ട്. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയാലും ഞാൻ ഇറങ്ങണത് തെരുവിലേക്കല്ല, കർത്താവിലേക്കാണ് ഞാൻ ഇറങ്ങണതെന്ന് ബോധമുള്ളവരുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം അവൻ വിശ്വസിക്കുന്ന ദൈവം ഇതിന് പദ്ധതി അവൻ്റെ ദൈവത്തിന് മനസ്സിലുണ്ട്. ഇനി എൻ്റെ സമയമെന്ന് പറയണത് കർത്താവിൻ്റെ പദ്ധതി വെളിവാക്കാനുള്ള സമയമാണ്. പക്ഷേ ഈ വചനം ആ സമയത്ത് ഒരു പക്ഷേ നീ പെട്ടെന്ന് നിൻ്റെ മനസ്സിൽ വരും, ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തി. ഇപ്പം ഞാൻ ബലഹീനനാണ്, ഇപ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണത്. പക്ഷേ അത് ഓർത്തെടുക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവിനാണ് ഓർമ്മശക്തിയുടെ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് നിന്നെ പ്രവർത്തിക്കണമെങ്കിൽ ഒരു വിഷയമെന്ന് പറയണത്, എല്ലാ വിഷയവും നീ ഈ നമ്മൾ ആത്മീയ മനുഷ്യരാകുമ്പോഴേ, അതായത് എല്ലാ വിഷയവും നമ്മൾ ജഡത്തിൻ്റെ രീതിയിൽ കാണാനും കേൾക്കാനും സമീപിക്കാനും വിലയിരുത്താനും ഒക്കെ തുടങ്ങിയാൽ സ്വാഭാവികമായി പരിശുദ്ധാത്മാവും നിർവീര്യമായി പോകും. നമ്മളെപ്പോഴും ബുദ്ധിയുള്ളവരായിരിക്കണം. എന്താ ബുദ്ധി? പ്രത്യേകിച്ച് സഹനകാലങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. സഹനകാലങ്ങൾ എന്ന് പറയുമ്പോൾ സഹനകാലങ്ങളെന്ന് അച്ഛൻ പറയത്തില്ല, പ്രത്യാശയുടെ കാലങ്ങളെന്നാണ് ഞാൻ അതിനെ വിളിക്കണത്. എന്താ കാര്യം അറിയാമോ? എപ്പോഴായാലും നിൻ്റെ ദൈവം നിന്നെ സഹായിക്കും. ടൈമിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. എപ്പോഴായാലും നിൻ്റെ ദൈവം നിന്നെ സഹായിക്കും. പിന്നെ എന്താ വരണത്? അത് സമയത്തിൻ്റെ വിഷയം മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ആ സമയം വരെ നോക്കിപ്പാർക്കാനുള്ള ക്ഷമത നിനക്കുണ്ടാവണം. ആ ഒരു കാലഘട്ടത്തിലാണ് ഉടമ്പടി നമ്മളെ സഹായിക്കുന്നത്. പക്ഷേ ഉടമ്പടി ചില കാര്യങ്ങൾക്ക്, കാര്യം ദൈവത്തിന് നിൻ്റെ ഭൗതിക കാര്യങ്ങൾ നിറവേറ്റുന്നതിനേക്കാൾ പ്രാധാന്യം നിന്നിൽ പ്രത്യാശ എന്ന പുണ്യം നിറക്കുകയാണ് ദൈവിക ലക്ഷ്യമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ദൈവം അതിന് മുൻഗണന കൊടുക്കും. കാര്യം ദൈവം ഒരു വ്യക്തിയോട് ചോദിക്കണം 3 ചോദ്യങ്ങളുണ്ട്. എന്താണ് ചോദിക്കണത്? നീ എന്നെ വിശ്വസിക്കുന്നുവോ? രണ്ടാമത് ചോദിക്കണത് എന്താണ്? നീ എന്നെ പ്രത്യാശിക്കുന്നുവോ? മൂന്നാമത് ചോദിക്കണത് എന്താണ്? നീ എന്നെ സ്നേഹിക്കുന്നുവോ? മനസ്സിലായ? ഇപ്പം മരണം വരണേ നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഈ 3 ചോദ്യത്തിന് എപ്പോഴായാലും നമ്മൾ മറുപടി പറയേണ്ടി വരും. എന്താണ് ദൈവം ചോദിക്കണത്? എന്താണ്? നീ എന്നെ വിശ്വസിക്കുന്നുവോ? നീ എന്നെ വിശ്വസിക്കുന്നുവോ? പിന്നെ ചോദിക്കണത് എന്താണ്? നീ എന്നെ പ്രത്യാശിക്കുന്നുവോ? മൂന്നാമത് ചോദിക്കണത് എന്താണ്? നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ 3 ചോദ്യത്തിന് നിൻ്റെ ജീവിത സാഹചര്യം വെച്ചുകൊണ്ട് ദൈവത്തിനോട് നീയും ഞാനും മറുപടി പറയേണ്ടി വരും. അപ്പം അങ്ങനെ വിശ്വാസത്തിൽ, പ്രത്യാശയിൽ, ദൈവസ്നേഹത്തിൽ നമ്മളെ വളർത്താൻ വേണ്ടി ദൈവപിതാവ്, നിൻ്റെ ഗുരു നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് അതിൻ്റെ സ്വാഭാവികമായ കാലതാമസം ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ്. കൈ അടിച്ചു കർത്താൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, കാലതാമസം വന്ന എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്നവനെ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനെ, ഞങ്ങളുടെ ജീവിത മേഖലകളിലേക്ക്, ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് അങ്ങ് ഇറങ്ങി വന്ന് ഞങ്ങളെ ശക്തനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തെങ്കിലും വിഷയത്തിൽ കാലം ലാഗ് ചെയ്യണമെന്ന് വിചാരിച്ചോ? ഇപ്പോൾ 6 വിഷയമുണ്ടെന്ന് വിചാരിച്ചോ? 6 വിഷയത്തിൽ അച്ഛൻ്റെ അഭിപ്രായം ദൈവത്തിൻ്റെ പൈതലാണ് നീയെങ്കിൽ 2 വിഷയത്തിനെങ്കിലും വിഷയം ലാഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആധ്യാത്മിക ശാസ്ത്രം അനുസരിച്ചുകൊണ്ട് വിലയിരുത്തിയാൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു സത്യമാണ്, ഒരു അനുഭവ സത്യം. എന്താ? ചില വിഷയത്തിനെങ്കിലും ലാഗ് ചെയ്യും. ലാഗ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കാലതാമസം വരും ചില വിഷയത്തിന്. അത് കാലതാമസം വരുന്നത് നിന്നെ സങ്കടപ്പെടുത്താനോ വിഷമിക്കാനല്ല.
നിന്നിൽ പ്രത്യാശ എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കാനാ. കൊന്തേ പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണല്ലോ. പുത്രൻ തമ്പുരാൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങളിൽ പ്രത്യാശ എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കാൻ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. കാര്യം എന്താണെന്നറിയാവോ? പ്രത്യാശ എന്ന പുണ്യം നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആത്മാവിൻ്റെ കൃപ ആർജവുമായി ബന്ധപ്പെട്ടതാണ്. നിത്യതയുടെ പാക്കേജിൽ നിനക്ക് ബാലൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബിസിനസ് മാത്രമേ ദൈവത്തിന് താല്പര്യമുള്ളൂ. അതുകൊണ്ട് നീ എന്ത് ബിസിനസ് ചെയ്താലും, എന്ത് വ്യാപാരങ്ങൾ, എന്തെങ്കിലും ഇടപാടുകൾ ദൈവമായിട്ടുണ്ടായാലും ദൈവം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഇതുകൊണ്ട് നെറ്റ് ഇഫക്റ്റിൽ ആത്മാവിൽ എന്ത് ഗുണമുണ്ടാകും? വിശ്വാസമെന്ന പുണ്യമുണ്ടാകുമോ അവശേഷിക്കണത്? കർത്താവ് ചോദിച്ചില്ലേ, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിശ്വാസം അവശേഷിക്കുമോ? ദൈവമൈതലേ, ദൈവം നിൻ്റെ ദൈവം നിൻ്റെ എന്ത് അവശേഷിക്കണമെന്നാണ് കരുതുന്നത്? വിശ്വാസം. നീ എന്ത് വിശ്വാസം ചെയ്താലും, നീ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും, നീ എന്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരത്തിന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചാലും അതെല്ലാം നേടിക്കഴിയുമ്പോഴും ദൈവം നോക്കണ ഒരു നോട്ടമുണ്ട്. അത് നിൻ്റെ ഹൃദയത്തിൽ വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ എന്നാണ്. വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ എന്ന് ദൈവം ചോദിച്ചാൽ അടുത്ത ചോദ്യം എന്താണ്? പ്രത്യാശ അവശേഷിച്ചിട്ടുണ്ടാകുമോ എന്നാണ്. പ്രത്യാശ അവശേഷിച്ചിട്ടുണ്ടാകുമോ എന്ന് ദൈവം ചോദിച്ചാൽ അടുത്ത ചോദ്യം എന്താണ്? സ്നേഹം അവശേഷിച്ചിട്ടുണ്ടാകുമോ? ദൈവം നോക്കുന്നത് എന്താണ്? ദൈവിക പുണ്യങ്ങൾ. നിത്യതയ്ക്ക് നിന്റെ ജീവിതത്തിൽ എന്ത് പ്രസക്തി? നിത്യതയിൽ നിനക്ക് ഇന്ന് അനുഭവിക്കുന്ന കണ്ണീര് കൊണ്ട് ഇന്ന് കണ്ണീര് നീ വിതക്കുകയും അതുപോലെ ജയഘോഷത്തോടെ കൊയ്യുകയും ചെയ്യുമ്പോൾ നിത്യതയിലുള്ള ജയഘോഷത്തിന് ആസ്പദമായ കൃപയാൽ നിന്റെ ആത്മാവ് പുണ്യപൂർണ്ണമാക്കിയിട്ടുണ്ടോ, ആയിട്ടുണ്ടോ, ആകണമെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ കൂടി ഇട്ടുകൊണ്ടാണ് ദൈവം നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്. കൊണ്ട് നീ സങ്കല്പപ്പെടേണ്ട കാര്യമില്ല. എപ്പോഴായാലും ഈ വിഷയ തീരുമാനം ഉണ്ടാകും. അപ്പോഴേ ദൈവത്തിൻ്റെ മനസ്സ് തന്നെയായിരിക്കണം നമുക്ക് ഉണ്ടാകണം. മനസ്സ് എന്താണ്? ദൈവത്തിൻ്റെ മനസ്സെന്താ? നമ്മളിൽ വിശ്വാസം അവശേഷിക്കണം, നമ്മളിൽ പ്രത്യാശ അവശേഷിക്കണം. ഇപ്പം പത്രോസിനോട് ചോദിച്ചില്ലേ? എന്നാ പത്രോസിനോട് ചോദിച്ചത്? നീ എന്നെ വിശ്വസിക്കുന്നുവോ? പിന്നെ എന്താ ചോദിച്ചത്? നീ എന്നെ പ്രത്യാശിക്കുന്നുവോ? പിന്നെ എന്താ ചോദിച്ചത്? നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നോ ചോദിച്ചാൽ ആ ചോദ്യം മാത്രമേ ബൈബിളിൽ അതുപോലെ ഉള്ളൂ. ബാക്കിയെല്ലാം വരികൾക്കിടയിൽ നമ്മൾ വായിച്ചെടുക്കണതല്ല, പരിശുദ്ധാത്മാവ് നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരണതാ. ഇപ്പം യോഹന്നാൻ്റെ സുവിശേഷം 21:17 മൂന്നാം പ്രാവശ്യം ചോദിച്ചു, യോനായുടെ പുത്രനായ ശെമയോനെ, ഇവരെക്കാളെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ ഒരു ചോദ്യമാണ് ഈശോ ആദ്യം ചോദിച്ച പത്രോസിനോട്. Whom do you say that I am? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ് എന്നാ പറഞ്ഞത്? യു ആർ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ്. നീ ക്രിസ്തുവാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? ശെമയോനെ, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 16:18. എന്നിട്ട് ഈശോ വാക്ക് പറയും. എന്താണ്? യു ആർ റോക്ക്, ഇൻ ദിസ് റോക്ക് ഐ ഷാൽ ബിൽഡ് മൈ ചേർച്ച്. നീ പാറയാണ്. നീ എന്നിൽ വിശ്വസിച്ചുകൊണ്ട്, ഞാൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണെന്ന് നീ വിശ്വസിച്ചുകൊണ്ട്, ഈ വിശ്വാസം നിന്നെ എന്താക്കി മാറ്റിയിരിക്കുന്നു? പാറയാക്കി മാറ്റിയിരിക്കുന്നു. ചലിക്കാത്തവനാണ്, ചഞ്ചലിപ്പില്ലാത്തവനാണ്. ചഞ്ചലിപ്പില്ലായിരുന്നു, അവസാനം വരെ ഇല്ലായിരുന്നു. ചഞ്ചലിപ്പില്ലായിരുന്നു പത്രോസിന് അവസാനം വരെ. എന്താ കാര്യം എന്നറിയാവോ? അവനോട് വാളുറയിലിടാൻ പറഞ്ഞില്ലേ? എന്നിട്ട് അവൻ വാളുറയിൽ ഇട്ടു. നമ്മൾ 18:11 അവൻ പ്രധാന ആചാര്യ ഭൃത്യനെ വെട്ടിയപ്പോഴാണ് ഈശോ പറഞ്ഞത് വാളുറയിൽ ഇടാൻ. ഞാൻ എപ്പോഴും ഓർക്കുകയെ,
കഴിഞ്ഞ ദിവസം അത് പറഞ്ഞായിരുന്നു. എന്താ കാര്യം എന്ന് അറിയാവോ? അത് യൂദാസോടാണ് പറയണമെങ്കിൽ ഈശോ പറയത്തില്ലായിരുന്നു. കാര്യം അവൻ വാളുള്ള ഇടത്തിൽ നിന്നറിയാം, അവൻ ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ആളാണ്. കാര്യം എന്താ? എല്ലാത്തിൻ്റെ കയ്യിൽ വാള്, അവൻ്റെ ശത്രുക്കളുടെ കയ്യിൽ. അവനെയാണ് ഇവൻ വെട്ടിയിരിക്കണത്. അപ്പോൾ അവരുടെ കൈ മൊത്തം വാളിരിക്കുകയും ചെയ്യും. പത്രോസിൻ്റെ കയ്യിൽ ഉള്ള വാൾ കൂടി പോയി കഴിഞ്ഞാൽ അവരിവനെ അച്ചാറിടും. അതുകൊണ്ട് ഒരു കാരണവശാലും വാളിട ഉപേക്ഷിക്കത്തില്ല. പക്ഷെ പത്രോസ് കർത്താവ് പറഞ്ഞാൽ ജീവൻ പണയം വെച്ചും കർത്താവിൻ്റെ വചനത്തിന് തൻ്റെ ജീവനേക്കാൾ വില കൊടുത്തുകൊണ്ട് പത്രോസ് കർത്താവിനെ അനുസരിക്ക് വന്ന് യു ആർ റോക്ക്, ഐ ആം ദിസ് റോക്ക്, ഐ ഷാൽ ബിൽഡ് മൈ ചർച്ച് എന്ന് ഈശോ പറഞ്ഞില്ലേ? അവൻ പാറയാണ്. അവൻ ജീവനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കുന്ന വിശ്വാസത്തിൻ്റെ പാറയാണ്. കൈ അടിച്ച് കർത്താവ് കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. കർത്താവേ, വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കാൻ ജീവിത പ്രതിസന്ധികളുടെ ഘട്ടങ്ങളില്, ജീവിത നിരാശകളുടെ നിമിഷങ്ങളില്, ബലഹീനതകളില് വിശ്വാസം കൈവിടാതെ ജീവിക്കാൻ അബ്രഹാത്തെ വെച്ച ദൈവമേ, ഞങ്ങളങ്ങേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴും നമ്മൾ എങ്ങനെയാണ് പാറയായി മാറണത്? നമ്മൾ റിസ്ക് എടുത്ത് കർത്താവിൻ്റെ വചനം പാലിച്ചാൽ നമ്മളും പാറയായി മാറും. പറഞ്ഞ മനസ്സിലായല്ലേ? പത്രോസ് മാത്രം പാറയായതുകൊണ്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? ദൈവത്തിനും പ്രയോജനമില്ല. ദൈവം പത്രോസിനെ പാറയാക്കി ഉയർത്തി ഒരു മാതൃകയാക്കി മാറ്റുമ്പോൾ ദൈവം ഉദ്ദേശിക്കേണ്ടത് എങ്ങനെയാണ്? ദൈവത്തിലെ എല്ലാവരും പാറയായി മാറണം. എപ്പോഴാണ് പാറയായി മാറണത്? ഏതെങ്കിലും വചനം നമ്മളുടെ റിസ്ക് എടുത്തുകൊണ്ട് സാഹസികമായി നഷ്ടം സഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കുമ്പോഴും നിറവേറ്റുമ്പോഴും വി വിൽ ബി ബിക്കം റോക്ക്. സ്തുതിയുടെ ഹല്ലേലൂയ. നമ്മൾ പാറയെ പോലെയാകും. സ്തുതിയുടെ ഹല്ലേലൂയ. മക്കളെ, ഈശോ എന്നാ പറയണത്? പത്രോസിനെ പോലെ നമുക്കും വിശ്വാസിയാകാം എന്നല്ലേ പറയണത്? ഇല്ലേ? അതിൻ്റെ പോംവഴികളാണ്. അതായത് പത്രോസ് ഈശോയുടെ വാക്കുകൾക്ക് ജീവനേക്കാൾ വില കൊടുത്തപ്പോഴേ പത്രോസ് ഈശോയുടെ വിശ്വാസം പിടിച്ചു പറ്റി. ദൈവവേദനെ നീയും ഞാനും ദൈവത്തിൻ്റെ വിശ്വാസം പിടിച്ചു പറ്റണം. വിശ്വാസം മാത്രം പിടിച്ചു പറ്റിയാൽ പോരാ. വിശ്വാസം കഴിയുമ്പോൾ ദൈവം അടുത്ത ചോദ്യം ചോദിക്കും. എന്താണ്? നീ എന്നിൽ ശരണപ്പെടുന്നുവോ? ശരണമെന്ന് പറയുന്നത് എന്താ? പ്രത്യാശ, പുണ്യം. നീ എന്നിൽ വിശ്വാസത്തിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരും. എന്താ? നീ എന്നിൽ ശരണപ്പെടുത്തും. നീ എന്നിൽ ശരണപ്പെടുന്നുവോ? ദൈവത്തിലെ നിൻ്റെ ഓരോ വിഷയങ്ങൾ താമസിക്കണില്ലേ ചില കാര്യങ്ങൾ. അപ്പോൾ നീ പറയും നമ്മുടെ കുടുംബത്തിൻ്റെ ദോഷമാണ്, എൻ്റെ അശുദ്ധി കൊണ്ടായിരിക്കും എന്നൊക്കെ ചുമ്മാ കള്ളത്തരം. അതൊന്നുമല്ല. നീ പ്രത്യാശ എന്ന പുണ്യത്തിൻ്റെ പാഠശാലയിലാണ്. കർത്താവ് നിന്നെ ശരണം പഠിപ്പിക്കുക. കർത്താവ് പണ്ട് പത്രോസിനോട് ചോദിക്കണില്ലേ? ശിഷ്യന്മാരോട് ഒക്കെ ചോദിച്ചായിരുന്നു. എന്താ? നിങ്ങൾക്കും പോണമെന്നുണ്ടോ? അതാണ് ശരണത്തിൻ്റെ പാഠശാല. കർത്താവിൻ്റെ പ്രബോധനങ്ങൾ ഇത്തിരി കട്ടിയായി. എന്താ? കോംപ്രമൈസ് ചെയ്യാൻ ആൾ തയ്യാറായില്ല. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എന്ന് പറഞ്ഞു. എൻ്റെ ശരീരം ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ നിന്ന കുറേ ആൾക്കാർക്ക് മനസ്സിലായി ഈ പ്രബോധനം കഠിനമാണ്, ആർക്കിത് സഹിക്കാൻ പറ്റും. അതുകൊണ്ട് അവർ 1 by 1 അവിടുന്ന് വിട്ടുപോകുന്നു. അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും പോയപ്പോഴേ 1072 ശിഷ്യന്മാരുണ്ടായിരുന്നു അല്ലേ? അപ്പോസ്തലന്മാരുടെ കർത്താവ് ചോദിച്ചു, നിങ്ങൾക്കും കഠിനമായി തോന്നുന്നുണ്ടോ? ചില സമയത്ത് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഠിനമായി തോന്നും. ദൈവപൈതലേ, എന്നെങ്കിലും നിൻ്റെ കർത്താവിൻ്റെ വചനം നിറവേറ്റാൻ നിനക്ക് കഠിനമായി തോന്നിയാൽ യു ആർ ഇൻ ദ യൂണിവേഴ്സിറ്റി, ഇൻ ദ ക്ലാസ് റൂം ഓഫ് ഹോപ്പ്.
നീ ദൈവത്തിൻ്റെ പ്രത്യാശയുടെ പാഠശാലയിൽ കർത്താവിൻ്റെ ഗുരുമുഖത്തിരിക്കുകയാണ്. അല്ല, യു ആർ നോട്ട് ഔട്ട്, നീ പുറത്തായിട്ടില്ല. കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കാൻ എപ്പോഴെങ്കിലും നിനക്ക് കഠിനമായി തോന്നിയാൽ യു മസ്റ്റ് റിയലൈസ് ദാറ്റ് യു ആർ നോട്ട് ഔട്ട്. നീ തിരിച്ചറിയണം, നീ പുറത്തല്ല, ബട്ട് യു ആർ ഇൻ ദ ക്ലാസ് റൂം ഓഫ് ഹോപ്പ്. നീ കർത്താവിൻ്റെ പ്രത്യാശയുടെ പാഠശാലയിലാണ്. ഈ പാഠം കഴിയുമ്പോൾ കർത്താവിന് മുമ്പിൽ ശരണമുള്ളവളായി കർത്താവ് നിന്നെ കണ്ടെത്തും. അപ്പോൾ അങ്ങനെയാണ് പത്രോസ് ചോദിക്കണത്. എന്ത് ചോദിക്കും? കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? യോഹന്നാന്റെ സുവിശേഷം 6:68 ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ. അതുകൊണ്ടാണ് പത്രോസ് പണ്ട് പറഞ്ഞത് എന്താണ്? അവൻ വാള് ഉറയിലിടാൻ പറഞ്ഞപ്പോൾ അവൻ വാള് ഉറയിലിട്ടത് എന്താണ്? അവൻ്റെ ജീവനേക്കാൾ യേശുക്രിസ്തു ആശ്രയിക്കുമ്പോൾ പത്രോസ് കാണുന്നൊരു ജീവനുണ്ട്. ആ ജീവൻ്റെ പേരാണ് നിത്യജീവൻ. അത് നൽകാൻ യേശുവിനെ കഴിയൂ. കൈയടിച്ച് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, എന്നാ ഈശോ പറഞ്ഞത്? ചില കാര്യങ്ങൾ ലാഗ് ചെയ്യുമ്പോൾ, ചില വിഷയങ്ങൾ താമസിക്കുമ്പോൾ കർത്താവ് നിൻ്റെ പ്രത്യാശയെ അളക്കുന്നു എന്നുള്ളതാണ്. ആ പ്രത്യാശയുടെ പരീക്ഷ നീ എഴുതുന്നു എന്നുള്ളതാണ്. അപ്പോൾ നീ പത്രോസിനെ പോലെ പ്രഖ്യാപിക്കണം. മക്കളെ, എല്ലാം പ്രഖ്യാപനമാണ് കേട്ടോ. വിശ്വാസ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാം പ്രഖ്യാപനമാണ്. എന്താ പ്രഖ്യാപനം? വിശ്വാസം പ്രഖ്യാപിക്കണം, പ്രത്യാശ പ്രഖ്യാപിക്കണം, ദൈവസ്നേഹം പ്രഖ്യാപിക്കണം. പ്രഖ്യാപിച്ചില്ലെങ്കിൽ കർത്താവ് വകുപ്പുണ്ടാക്കി പ്രഖ്യാപിപ്പിക്കും. കർത്താവ് നിന്നോട് ഇഷ്ടമാണെങ്കിൽ. അതുകൊണ്ടാണ് പത്രോസിനോട് ചോദിക്കുന്നത്, ഡു യു ലവ് മീ മോർ ദാൻ ഓൾ? എല്ലാവരെക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 വട്ടം ചോദിച്ചപ്പോൾ 3-ാം വട്ടം പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാം. പിന്നെ പറഞ്ഞ് എല്ലാം അറിയാമെന്ന് പറഞ്ഞു. എല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? കർത്താവ് ഒരു പ്രാവശ്യം പത്രോസിനെ തള്ളി പറഞ്ഞായിരുന്നു. കർത്താവ് പത്രോസിനെ തള്ളി പറഞ്ഞില്ലേ? നിൻ്റെ വാള റോയിൽ ഇടാൻ പറഞ്ഞില്ലേ? എന്നിട്ട് കർത്താവ് ശത്രുപക്ഷം ചേർന്നില്ലേ? അവന് ചെവി വെച്ച് കൊടുത്തില്ലേ? അത് ഒട്ടിപ്പിടിച്ചില്ലേ അവിടെ? അപ്പോൾ കർത്താവ് ശത്രുവിൻ്റെ ആൾക്കാരുമായി, പത്രോസ് ഒറ്റക്കുമായി. ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ചില സമയത്ത് ദൈവം നമ്മളെ ഒറ്റപ്പെടുത്തും. ആ ഒറ്റപ്പെടുത്തുന്ന സമയമാണ് സ്നേഹത്തിൻ്റെ സമയം. അല്ലാതെ നിൻ്റെ കുടുംബത്തിൽ ദോഷമുണ്ട്, നിൻ്റെ പാപമാണ്, ദൈവം നിനക്ക് ശാപമാണെന്ന് പറഞ്ഞുകൊണ്ട് മണ്ടത്തരമൊന്നും പറയരുത്. ദൈവം പോലും നമ്മൾ ഒറ്റപ്പെടുത്തുന്ന ഒരു സമയം വന്നാൽ അതാണ് നീ തിരിച്ചറിയണം. എന്താണ്? അതാണ് ദൈവസ്നേഹത്തിൻ്റെ സമയം. എല്ലാവരും എന്നെ ഇട്ടേച്ചും പോണ കാലം വരും. ഞാൻ ഒറ്റക്കല്ല, പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം പിതാവ് തന്നെ ഈശോനെ ഉപേക്ഷിച്ചു ഇല്ലേ? അതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് ജ്ഞാനവരത്താൽ പിതാവ് ദൈവം തന്നെ ഉപേക്ഷിച്ചെന്ന് തോന്നിപ്പോയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ സമയമാണ് ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കണ സമയം. അതുകൊണ്ട് അത് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തിട്ടാണ് പിരിഞ്ഞു പോയത്. ജീസസ്, നൗ the time is time of submission. You command your spirit. നിൻ്റെ ആത്മാവിനെ സമർപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, അപ്പായെ ഞാൻ കാണുന്നില്ല, കരിമേഘവും എൻ്റെ ആയുസിൻ്റെ മരണത്തിൻ്റെ നിറവുമായി നിൽക്കുക. എങ്കിലും എനിക്കറിയാം ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന സമയമാണ് ഇതെന്ന് ആത്മാവ് എന്നോട് പറഞ്ഞിട്ടാണ് പിരിയാൻ പോകുന്നത്. അപ്പൻ്റെ കൈകളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കണമെന്ന്. അതാണ് ഏറ്റവും വലിയ ടൈം. ദൈവവേദനേ, ദൈവം പോലും നിന്നെ ഉപേക്ഷിച്ചെന്ന് നിനക്ക് തോന്നിയാൽ ദാറ്റ്സ് ടൈം. അതാണ് ടൈം, അതാണ് സമയം. ആ സമയത്തെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത്, എൻ്റെ സമയം ഇനിയും ആഗതമായിട്ടില്ലെന്ന്. യോഹന്നാൻ 12:13. The hour has not yet come. എൻ്റെ സമയം ഇപ്പോഴും ആയിട്ടില്ല. ഏതാണ് ആ സമയം?
പിതാവ് കൈവിട്ട സമയം. ഏതാണ് സമയം? പിതാവ് മഹത്വപ്പെടുത്തിയ സമയം. പിതാവ് കൈവിട്ട സമയമാണ് പിതാവ് മഹത്വപ്പെടുത്തിയ സമയമെങ്കിൽ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ സമയം എന്താണ്? കൈവിട്ട സമയമല്ലേ? അതറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? ലോകത്തിലെ യേശു ക്രിസ്തുവിനോട് കൈ അടിച്ചു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങളെ കൈവിട്ടു പോകുന്ന അവസ്ഥകളുണ്ട്. കർത്താവേ, ഞങ്ങൾ ഞെരുക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. സഹനത്തിന് ചീച്ചൂലയില് വെന്തരിയുന്ന സമയങ്ങളുണ്ട്. ആരെ കർത്താവേ, രക്ഷയില്ലാത്ത നിലക്കരങ്ങളില് ഞങ്ങൾ സങ്കടത്തിൽ കഴിയുന്ന സമയങ്ങളുണ്ട്. ഈശോയെ, ആ നിമിഷങ്ങളെ മുഴുവനും സങ്കടങ്ങളെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും എഴുന്നേൽക്കുക. സന്തോഷമായിട്ട് എഴുന്നേൽക്കുക. അരിസസ് രോഗങ്ങളെ, ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ട് ബ്ലീഡ് ചെയ്യണ എല്ലാ രോഗങ്ങളെയും കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കുക മക്കളെ, സന്തോഷമായിരിക്കുക. ബ്ലീഡ് ചെയ്യുന്ന എല്ലാ രോഗങ്ങളെയും നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. അടുത്ത കൂട്ടായ്മകളൊക്കെ വരുമ്പോൾ എൻ്റെ മക്കൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. നമ്മളിപ്പോൾ കുരിശിക്കണ്ട് ഞാൻ സ്നേഹത്തെ എന്നൊരു പാട്ട് പാടി അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോ പറഞ്ഞതാണ് കുറേ ബ്ലീഡിങ്, അരസസ് ഉൾപ്പെടെ പിസ്തുലായാലും ഇനി പലതരത്തിലുള്ള സഹോദരികൾക്കുണ്ടാകുന്ന പലതരത്തിലുള്ള ബ്ലീഡിങ് ആയാലും ശരി, ബ്ലീഡിങ് ആയിരുന്ന എല്ലാ, അത് ആന്തരികമായ രക്തസ്രാവമായാലും ബാഹ്യമായ രക്തസ്രാവമായാലും കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ 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 കർത്താവേ സ്പർശിക്കണമേ, കർത്താവേ സ്പർശിക്കണമേ, കർത്താവേ സ്പർശിക്കണമേ. അസ്ഥിരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അസ്ഥിരോഗികൾ, വാതരോഗികൾ ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും ഈശോ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അസ്ഥിരോഗികൾ, വാതരോഗികൾ, രക്തഓട്ടമില്ലാതെ മരവിച്ചു പോയ കോശങ്ങൾ, രക്തം പമ്പ് ചെയ്യാത്ത ഹൃദയഭാഗങ്ങൾ, ആന്തരിക ഭാഗങ്ങൾ. ഈശോ 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 വാതരോഗികളെ സ്പർശിക്കണമേ കർത്താവേ. ഈശോ മരവിച്ച കോശങ്ങൾ, രക്തോട്ടമില്ലാത്ത ഞരമ്പുകൾ, കരരോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, വാതരോഗങ്ങൾ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. വാതരോഗങ്ങൾ സുഖപ്പെടുത്തണേ നന്ദി പറയുന്ന കർത്താവേ, രക്തോട്ടമില്ലാത്ത അവസ്ഥകളിലെ മേൽ ഓ ദിവ്യകാരുണ്യമേ സൗഖ്യം വർഷിക്കുന്നതിനെ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അസ്ഥിക്കുഴകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോഴേ നിങ്ങളുടെ സന്ധിബന്ധങ്ങളില്ലേ, അതുപോലെ തന്നെ അസ്ഥിക്കുഴകൾ, ജോയിൻസിന് അവിടെ പെയിൻ ഉള്ളവർ അവിടെ കൈവെക്കേണ്ടതാണ്. മുട്ടിലായാലും ശരി, കണ്ണയ്ക്കായാലും ശരി, എവിടെയാണ് വേദന ഉള്ളത് അവിടെ കൈവെക്കണം. കൈ എത്തണില്ലെങ്കിൽ ഒരു കാലെങ്കിലും കൊണ്ട് ഒരു പാദത്തിൻ്റെ ജോയിൻസിന് പെയിനാണെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ മറ്റേ പാദം കൊണ്ട് അവിടെ സ്പർശിച്ചാൽ മതി. ആ നടുവേദന ഉള്ളവർ അവിടെ കൈവെക്കുക. അസ്ഥിക്കുഴകളും, തോള് വേദനയുള്ളവർ, തോള് കഴപ്പുള്ളവർ, അസ്ഥിവേദനയുള്ളവർ, സ്പോണ്ടിലോസിസുകാർ അവിടെ എല്ലാം കൈവെക്കുക. പിൻകഴുത്തിന് വേദന ഉള്ളവർ കർത്താവിൻ്റെ നാമത്തിൽ കൈവെക്കുക.
അസ്ഥിക്കുഴകളും പേശിബന്ധങ്ങളിലും മാംസപേശികളിലും രക്തഞരമ്പുകളിലുമൊക്കെ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുന്ന സമയമാണ്. അതിശക്തമായ സ്തുതികട്ടെ. ഹല്ലേലൂയ. ഈശോ ഈശോ ഈശോ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അസ്ഥിവേദനകൾ, പേശിവേദനകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അസ്ഥിരോഗങ്ങൾ സുഖപ്പെടുന്നവർ നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയ മക്കളെ, വയറിന് ഉദര രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ഈശോ കാണിക്കുന്ന ഓരോ അവയവങ്ങളാണ് അച്ഛൻ പ്രാർത്ഥനയ്ക്ക് വെക്കുന്നത്. ഇപ്പോഴും ഉദര രോഗങ്ങളുള്ളവരുണ്ട്. ഉദര രോഗങ്ങളെന്ന് പറയുമ്പോൾ ഉള്ളിലെ വേദനയുള്ളവർ, ഉള്ളിലെ ക്യാൻസർ ഉള്ളവർ, അതുപോലെ തന്നെ ഉള്ളിലെ കുടലിൽ പുണ്ണുള്ളവർ, അൾസർ രോഗികൾ, അത് കുടലുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് രോഗങ്ങളുള്ളവർ, ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് വയറ് വീർക്കുന്നവരുണ്ടാകും, ചിലപ്പോൾ ഉദരത്തിൽ നീര് കെട്ടി കിടക്കുന്നവരുണ്ടാകും, ഉദരത്തിലെ ആന്തരിക അവയവങ്ങൾക്ക് ഏതെങ്കിലും ഡാമേജ് ഉള്ളവരുണ്ടാകും, അതിൻ്റെ പേര് നീരുള്ളവരുണ്ടാകും, അതുകൊണ്ട് ഉറക്കമില്ലാത്തവരും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുണ്ടാകും. ദയവായി ഉദര രോഗികൾ അവരുടെ കൈകൾ ഉദരത്തെ വെച്ചുകൊണ്ട് ശ്രുതികട്ടെ. എല്ലാവരും ശ്രുതികട്ടെ. കർത്താവേ, കർത്താവേ, ഉദര രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. ഉദര രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. ഉദര രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. ഉദര രോഗികളെ കർത്താവേ. ഉദരത്തിന് അടി കൊണ്ടവരെ, ഹേമം കൊണ്ടവരെ, ആന്തരിക അവയവത്തിന് കർത്താവെ കേടുപാട് വന്നവരെ, മാരക രോഗികളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഉദര രോഗങ്ങൾ സൗഖ്യപ്പെടുത്തനെ ഓർത്ത്, മാരക രോഗങ്ങൾ സൗഖ്യപ്പെടുത്തനെ ഓർത്ത് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഉദരത്തിന് നമ്മളെ വിചാരിക്കാത്തൊരു വിഷയത്തിലേക്കാണ് കർത്താവിൻ്റെ സൗഖ്യം അടയാളപ്പെടുത്തി കാണിക്കണത്. രോഗങ്ങളെ ഈശോ സുഖപ്പെടുത്തുമ്പോൾ തന്നെ ഉദരത്തിന് അടി കിട്ടിയവരുണ്ട്, ചവിട്ട് കിട്ടിയവരുണ്ട്. അടിയും ചവിട്ടും ഹേമവും അല്ലെങ്കിൽ ഉദരം തട്ടി വീണവർ, അവിടെ അക്കാലങ്ങളിൽ അതങ്ങനെ സംഭവിച്ച സമയത്ത് ചെറിയ കറുപ്പ് നിറവും ചെറിയ വയലറ്റ് നിറവും ഉണ്ടായിരുന്നു. പിന്നീട് മരുന്ന് കഴിച്ചേക്കുന്നത് മാറിയെങ്കിലും ആന്തരിക അവയവത്തിന് ഡാമേജ് മാറിയിട്ടില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നീര് കെട്ടും. ആ ഉദരത്തെ കർത്താവ്, അങ്ങനെയുള്ളവരെ കർത്താവ് പൂർണ്ണമായി ഇപ്പോഴും സുഖപ്പെടുത്തിയിരിക്കണം. ഹല്ലേലൂയ. ഹൃദയ രോഗികളെ, കരൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കിഡ്നി രോഗികൾ, തൈറോയിഡ് രോഗികൾ, ടോൺസൈൻ രോഗമുള്ളവർ, അതുപോലെ തന്നെ നടുവേദനക്കാർ, വെരിക്കോസിൻ്റെ അസുഖമുള്ളവർ, വിസർപ്പ രോഗികൾ, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ സോറിയാസിസ് രോഗികളെയും വിശുദ്ധ രക്തത്താൽ കഴുകണമേ. കിഡ്നി രോഗികളെ, കിഡ്നി കല്ലുള്ളവരെ, ക്രിയാറ്റിൻ കൂടുതലുള്ളവരെ, കിഡ്നിയെ അങ്ങ് കഴുകണമേ. കല്ലുകളെ പൊടിച്ച് മൂത്രത്തിലൂടെ ഒഴുക്കിക്കളയണമേ. കർത്താവേ, രക്തദൂഷ്യമുള്ളവര്, ഉദര രോഗികള്, ആമാശയ രോഗികള്, ഗർഭാശയത്തിൽ മുഴയുള്ളവര്, ഗർഭാശയ സിസ്റ്റുള്ളവര്, യേശുക്രിസ്തു നാമത്തില് മാരക രോഗങ്ങള്, കരൾ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, മാരക രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, കരൾ രോഗങ്ങള് അങ്ങ് സുഖപ്പെടുത്തുന്നവർ നന്ദി പറയുന്നു. വിദൂരങ്ങളിൽ നിന്ന് ഇപ്പോൾ രോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് സൗഖ്യപ്പെടുത്തുന്നവർ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴും ഇതുമായിട്ട് ജസ്റ്റ് ഡയറക്റ്റ് ബന്ധമില്ലാത്തൊരു വിഷയം
പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് തോന്നിച്ചിരിക്കുന്നത് ജീവിത മാർഗമാണ്. അതൊത്തിരി പേരെ ബാധിക്കുന്ന വിഷയമാണെന്ന് കരുതുന്ന അങ്ങനെ ഒരു ആശയം, ജീവിത മാർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ആന്തരിക നിർബന്ധ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവം നൽകും. ജീവിതമാർഗം കൊണ്ട് ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട്, സാമ്പത്തികമായ കടത്ത് ചെന്നവർ, വരുമാന മാർഗങ്ങളില്ലാത്തവർ, ഉള്ള വരുമാന മാർഗം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തവർ, ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ഉള്ള ജോലി കൊണ്ട് ശമ്പളം കിട്ടാത്തവർ, വരുമാനം കിട്ടാത്തവർ, കടങ്ങൾ കൂടിപ്പോയവർ, പുതിയ വരുമാന മാർഗം വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർ, കർത്താവേ ഈശോ ഈശോ ജീവിതമാർഗങ്ങളെ സ്പർശിക്കണമേ. ജീവിതമാർഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജീവിതമാർഗം തെളിഞ്ഞ് ലഭിക്കട്ടെ. സാക്ഷ്യം പറയാൻ അങ്ങനെ മക്കളെ കർത്താവേ അർഹരാക്കണം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടി നന്ദി പറയുന്നു. കർത്താവേ, അധ്വാനത്തെ ആശീർവദിച്ച് വരുമാന മാർഗങ്ങള് ശക്തിപ്പെടുത്തുന്നത് നന്ദി പറയുന്നു. കർത്താവേ, ഹല്ലേലൂയ. മക്കളെ, കത്ത് പിടിച്ചതിൻ്റെ പേരിൽ വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. അതായത് അഗ്നി ബാധയുണ്ട്, അതിൻ്റെ പേരിൽ ഫാക്ടറിയോ വീടോ സ്ഥലമോ പീടികയോ കെട്ടിടമോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഇടമോ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ സാമ്പത്തികമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കർത്താവ് പ്രത്യേകം ആശീർവദിക്കുകയും അവിടെ വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ വലിയ തീരുമാനം സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിലേക്ക് കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, വരുമാന മാർഗം മുട്ടിപ്പോയവരെ അങ്ങ് ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, കർത്താവേ, അഗ്നിബാധ പോലും നഷ്ടപ്പെട്ട സ്വത്ത് സ്വകളുടെ മേൽ കർത്താവേ പുതിയ മാർഗം തുറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്നത് കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾ വർഷങ്ങളായി കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് ഉടമ്പടിക്ക് ശേഷം ഒരു മനുഷ്യൻ ഈ ഭൂമിക്ക് മുകളിൽ അനുഭവിക്കുന്ന എല്ലാത്തിനും സമാധാനം ഉണ്ടാകുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥമുള്ള സ്ഥലമാണ്. ജോലിയായാലും വീടായാലും വിവാഹമായാലും മക്കളായാലും എല്ലാത്തിനും ഈ ആരാധനയുടെ അൾത്താറയിൽ അമ്മ സന്നിധാനത്തിൽ നിനക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കല്യാണം ഒത്തുവരാത്തവർക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ച് കുറേ പുരുഷന്മാർ, സ്ത്രീകളെയൊക്കെ കൂടുതൽ പുരുഷന്മാരാണ് വിവാഹം കഴിക്കാൻ പറ്റാണ്ടിരിക്കണത്. അവർ ഭയങ്കര സങ്കടവും മനസ്സിൽ അനുഭവിക്കുന്നവരാണ്. പക്ഷേ ഇതൊരു വിഷയമായിട്ട് അവതരിപ്പിക്കാനോ ഒന്നും പറ്റണമില്ല. അവന് മക്കളില്ലാത്തവരെ, ഈ രണ്ട് വിഷയമാണ് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വെക്കുന്നത്. ഒന്ന്, ആണായാലും പെണ്ണായാലും വിവാഹം താമസിക്കുന്നവരെ. രണ്ടാമത്തത്, മക്കളില്ലാത്തവരെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വിവാഹം ഒത്തുവരാത്തവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. മക്കളില്ലാത്തവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോ ഇപ്പോഴ് ഈ നിമിഷം പരിശുദ്ധ അമ്മേ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. യേശുവിന്റെ വലത് കരം കരുണയുടെ കരം അവരിലേക്ക് നീണ്ടുവരട്ടെ. യേശുവിന്റെ നാമത്തിൽ വൈവാഹിക തടസ്സങ്ങള്, മക്കളില്ലാത്ത അവസ്ഥകള് പരിപൂർണമായി നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവമേ, വിവാഹപ്രായമായവരെ
അങ്ങ് സ്പർശിക്കണമേ കർത്താവേ. സന്താന ലബ്ധിയില്ലാത്തവര്, വിഷമിക്കുന്നവർക്ക്, മധ്യായ എലിസബത്തിന് സന്താന ഭാഗ്യം കൊടുത്ത ദൈവമേ, 90-ാമത്തെ വയസ്സില് സാറായിക്ക് സന്താന കൃപ കൊടുത്ത ദൈവമേ, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത എല്ലാ മക്കളെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, പരീക്ഷകൾ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബോർഡ് എക്സാം ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ പ്ലസ് ടുക്കാർ, ഡിഗ്രിക്കാർ ഏതാണ്ട് മെയ് മാസം വരെ ഇനി പരീക്ഷ നടക്കാൻ പോവുകയാണ്. എല്ലാ പരീക്ഷക്കാരും ഈ സമയത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കണം. എങ്ങനെയെങ്കിലും പാസ്സായിട്ട് കാര്യമില്ല. അവിടെ കാലം പിടിക്കാത്ത രീതിയിൽ ജീവിക്കാനുള്ള മാർക്ക് തരണം. ആരുടെയും കാല് പിടിക്കാത്ത രീതിയിൽ ജീവിക്കാനുള്ള മാർക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിക്കും. പലതും നിങ്ങൾക്കറിയാം, കൃപാസനത്തിലെ വിഷയങ്ങൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസാണ്. കർത്താവിൻ്റെ വചനം പോലെ നിൻ്റെ കഴിവിനേക്കാളുപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. അതാണ് ഇന്ന് 9:16 കണ്ടത്, റോമ. അതിൻ്റെ പ്രവൃത്തിയല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപയാണ്. ആ പ്രവൃത്തിക്ക് അപ്പുറത്ത് കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ച് നിങ്ങൾ നിലനിർത്തുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, കഠിനാധ്വാനം ഉണ്ടെങ്കിൽ, ബാക്കി അതിൻ്റെ പരാധീനം പോരായ്മകളും കർത്താവ് പരിഹരിച്ച് നിന്നെ ഉന്നത സ്ഥാനത്തെത്തിക്കാം. അവിടെ പരീക്ഷ എഴുതാനുള്ളവരെ, പിന്നെ ഏറ്റവും കൂടുതൽ IELTS, MOH, ഹാദ്, OET അനേകം സാക്ഷ്യങ്ങൾ എല്ലാ ആഴ്ചകളിലും കേൾക്കുന്ന സ്ഥലമാണ്. അപ്പം മനുഷ്യൻ്റെ എല്ലാ സങ്കീർണ വിഷയം, കോടതിയെങ്കിൽ കോടതി, കേസ്, വ്യവഹാരം, അതിർത്തി തർക്കം, നൈപുണ്യ പരീക്ഷ, യോഗ്യതാ പരീക്ഷ, എല്ലാത്തിനും അമ്മ സമാധാനം വേണം. നിൻ്റെ ഭൗതിക മേഖലകളെ അതിശക്തമായി അതിൻ്റെ നീ തുഴഞ്ഞ് കൈയും കാലം തളരുമ്പോൾ അമ്മയുടെ കൈകൾ നിനക്ക് വേണ്ടി തുഴയണ ഇടമാണിത്. ആ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. യൂട്യൂബിൽ കിടക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് അച്ഛനോട് ചേർന്ന് എല്ലാ ടെസ്റ്റുകളുണ്ട്. ഇനി ജോലിക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്, അപ്പോയിൻമെൻറ്റ് ലെറ്റർ പ്രതീക്ഷിക്കുന്നവരുണ്ട്, ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ പേര് വരാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്, പൊട്ടപ്പരീക്ഷ എഴുതി വ്യസനത്തോടെ കഴിയണവരുണ്ട്, നിസ്സഹായപ്പെട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല വിഷമിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഇപ്പോഴും ഓർക്കുകയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ പരീക്ഷക്കാരെയും 10ാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള എല്ലാ നിർണായക പരീക്ഷക്കാരെയും അവരുടെ ബുദ്ധിയെ ഇപ്പോൾ പ്രകാശിപ്പിക്കണമേ. അവരുടെ അധ്വാനത്തെക്കാൾ ഉപരി അങ്ങയുടെ കൃപയാൽ അവർക്ക് ആത്മവിശ്വാസം നൽകണമേ. പരീക്ഷയുടെ പേടി, പരീക്ഷകളുടെ പേര്, ഉറക്കമില്ലാത്ത അവസ്ഥകള്, സംഭ്രാന്തികള് വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. സ്വസ്ഥതയും സമാധാനവും ആത്മവിശ്വാസവും പരീക്ഷാർത്ഥികളിലെ നിറയട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ബോർഡ് എക്സാം എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. +1 +2 എക്സാം എഴുതുന്നവര്, ഡിഗ്രി പരീക്ഷ എഴുതുന്നവര്, പ്രൊഫഷണൽ കോഴ്സിന് പഠിച്ച് പരീക്ഷ എഴുതുന്നവര്, കർത്താവേ അവന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകാൻ പരിശുദ്ധാത്മാവേ, വിജ്ഞാനദാതാവായ ദൈവമേ, ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകത്താൽ ആശീർവദിക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നൊരു പ്രത്യേക വിഷയമാണ്. കൃപാസനത്തിലെ അമ്മ സമയത്തിൻ്റെ അമ്മയാണ്. ഇപ്പോൾ ഡേറ്റ് ആൻഡ് ടൈമാണ് ഇപ്പോഴത്തെ പ്രാർത്ഥനാ വിഷയം. ഇപ്പോൾ ഒരേ ആൾക്കാർ നമ്പരൊക്കെ പറഞ്ഞ് കേട്ടില്ലേ? എപ്പോഴും സാക്ഷ്യം പറഞ്ഞാലും ഒരു ഡേറ്റോ നമ്പരോ ഉണ്ടാകും, അക്കങ്ങളുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള അക്കങ്ങളിപ്പോൾ ഓർക്കേണ്ടതാണ് നിങ്ങൾ. ഡേറ്റ് ഇപ്പോൾ നിങ്ങളുടെ കേസിൻ്റെ ഡേറ്റ് ആകാം, അല്ലെങ്കിൽ വാദം തുടങ്ങുന്ന ഡേറ്റ് ആകാം. ആ ഡേറ്റ് ഇപ്പോൾ ഓർക്കണം. ഇനി നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാകും, ആ ഡേറ്റ്, ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഉണ്ടാകും.
അതിപ്പോൾ നിങ്ങൾ ഓർക്കണം. പരീക്ഷയുടെ ഡേറ്റ് ഇപ്പോൾ ഓർക്കണം. സ്ഥലം അളവ് ഓർക്കണം, ഡേറ്റ് ഓർക്കണം. പ്രമാണം ചെയ്യാനുള്ള ഡേറ്റ് ഓർക്കണം. ഇങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെട്ട ഡേറ്റുകൾ, നിങ്ങൾക്ക് പണം തരാനുള്ളവർ പറഞ്ഞേക്കുന്ന ഡേറ്റുകൾ, നിങ്ങൾ പണം കൊടുക്കാനുള്ളവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഡേറ്റുകൾ, അവർക്ക് കൊടുത്തിരിക്കുന്ന ഡേറ്റുകൾ, ആ ഡേറ്റ് എല്ലാം ഓർക്കണം. എല്ലാ തീയതികളും ഓർക്കുക. ഇപ്പം നീ യാത്ര ചെയ്യുകയാണെങ്കിൽ യാത്രയുടെ സമയം ഓർക്കുക. നിൻ്റെ ഫ്ലൈറ്റിൻ്റെ സമയമോ ബസ്സിൻ്റെ ടൈമോ അതിൻ്റെ ഈ യാത്ര ചെയ്യുന്ന ജോലി സംബന്ധമായ യാത്രയാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. ആ യാത്രയുടെ സമയം ഓർക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളെ അങ്ങ് ജീവിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ നൽകിയ സമയത്തിന് അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന പ്രത്യേക സമയത്തെ ഇപ്പോൾ ഞങ്ങള് അങ്ങയുടെ തിരുസന്നിധി സമർപ്പിച്ച സമയത്ത് അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് സൗഖ്യം കൊണ്ട് ഇടപെടൽ കൊണ്ട് ഇപ്പൊ നിറക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവിന്റെ ശക്തി പ്രകടമാകുന്ന വലിയ നിമിഷങ്ങള്, ദൈവിക കൃപയുടെ നിമിഷങ്ങള്, ദൈവം ഇടുന്നവിടുന്ന് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. നിറച്ച വസ്തു എടുക്കുക, നിറച്ച വസ്തുക്കൾ എടുക്കുക. പത്രം, തിരി, തേന്, അച്ഛൻ പറയുമ്പോൾ ഉയർത്തിയാൽ മതി കേട്ടോ. ഇപ്പം കൈ വെച്ചോണ്ടോ. എല്ലാം നേർച്ച വസ്തുക്കളും എടുത്തോളൂ. കാര്യം നമുക്കറിയാം, ലോകത്തിലെ ഇതുപോലെ നേർച്ച വസ്തുക്കളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിച്ച് സാക്ഷ്യം പറയുന്ന ഇടമില്ല. അത് ദൈവം അമ്മ പ്രത്യക്ഷപ്പെട്ട പോലെ തന്ന ഒരനുഗ്രഹമാണ് നേർച്ച വസ്തുക്കളുടെ മേലുള്ള. പത്രത്തെ ഒരു നേർച്ച വസ്തു ഒരു സൗഖ്യത്തിന് വേണ്ടി ഉപകരണമായിട്ട് കൃപാസനം ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല. ജനങ്ങളെ ദൈവം കൊടുത്തിരിക്കുന്ന ചില ഉൾക്കാഴ്ച കൊണ്ട് കുറേ വിശ്വാസ കൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർക്ക് സാക്ഷ്യം പറയുന്നുണ്ട്. ഞങ്ങളത് ഔദ്യോഗികമായിട്ട് എടുക്കാത്തതിൻ്റെ കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ പത്രത്തിൽ ഇടാത്തത്. സഭയുടെ ഇടപെടലുണ്ട് ആ വിഷയത്തിൽ. പത്രത്തെ കൊണ്ടുള്ള കാര്യങ്ങളെ ആവശ്യമില്ലാത്ത പ്രചാരം കൊടുക്കരുതെന്ന് സഭയുടെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് പത്രത്തെ നിങ്ങൾ പത്രം കരിക്കണം, പത്രം തിരിയണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അച്ഛൻ ഒരിക്കലും ഞങ്ങൾ കൃപാസനത്തിന് പറയത്തില്ല. എൻ്റെ മക്കളെല്ലാം നേർച്ച വസ്തുക്കളും കയ്യിലെടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃപാസനത്തിലെ ഏറ്റവും വലിയ നേർച്ച വസ്തു പത്രമാണ്. എന്താ കാര്യം? പത്രം ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. എന്ത് കാരുണ്യമാണ്? കർത്താവിനെ അറിയാത്തവർക്ക് കാരുണ്യത്തോടെ നമ്മൾ അറിയിക്കുന്നതാണ് പത്രത്തിൻ്റെ ചുമതല. നിങ്ങളും വന്നത് പത്രം വായിച്ചും കണ്ടും കേട്ടും മനസ്സിലാക്കി വന്നതാണ്. അപ്പോൾ നിങ്ങളറിയാത്തവരെ എപ്പോഴും ഒരിക്കലും ബ്രദർ എഡ്വേർഡ് പറഞ്ഞ പോലെ ഒരിക്കലും പത്രം കൊണ്ടുപോയി പള്ളിയിൽ ഡംപ് ചെയ്യരുത്, കൂട്ടിയിടരുത്. ഒരു പള്ളിയിലും കൊണ്ടേ പത്രം ഇടാൻ ഞങ്ങൾ പറയണില്ല. പണ്ടൊക്കെ പറയുമായിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ അതല്ല അവസ്ഥ. ഒരു ഇടവകയും തന്നെ 100-300 പേരാ ധ്യാനത്തിൽ വരുന്നത്. ഇപ്പോൾ 8 ധ്യാനമില്ലേ? അപ്പോൾ ഈ 300 പേര് കൊണ്ടുപോയി 10,000-6,000 പത്രം കൊണ്ട് ആ ഇടവക ഇട്ടാൽ കപ്പേരെടുത്ത് കത്തിച്ച് കളയും. ഒരു കാരണവശാലും നിങ്ങൾ ഇടരുത്. ഇപ്പോൾ 2-3 സാക്ഷ്യങ്ങൾ കേട്ടപ്പോഴേ അവിടെ നാട്ടിൽ നിന്ന് പത്രം കൊടുക്കാൻ വീടില്ല. അതുകൊണ്ട് അവർ ബസ് കയറി അന്യനാട്ടിൽ പോയി ഓരോ വീടുകളിലും പത്രം. അത് ആത്മാർത്ഥത എന്ന് പറയും അതിനെ. ഇപ്പം ചില മണ്ടന്മാരെ പണി അവർ പറയും, വീട്ടിൽ ചെല്ലുമ്പോൾ പറയും ഈ പത്രം ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ ഉടനെ ഈ മടിച്ച് പറയും, എന്നാലും ഉടനെ ഇരിക്കട്ടെ എന്ന് പറയും. അങ്ങനെ പറയരുത്, കള്ളത്തരമാണത്. കർത്താവിൻ്റെ ദൃശ്യത്തിൽ കള്ളത്തരമാണത്.
കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ല, അവർക്ക് 2 പത്രത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ കൊടുത്ത വീട്ടിൽ പത്രം കൊടുക്കരുത്. എവിടെയാണ് കൊടുക്കാൻ പറ്റണത് അവിടെ ചെന്ന് നിങ്ങൾ സിൻസിയറാണ്, ദൈവതിരുസന്നിധിയിൽ സത്യസന്ധരാണെന്ന് കർത്താവിന് ബോധ്യപ്പെട്ട പിന്നെ അധികാരം കൃപാസനത്തിൽ നടക്കേണ്ടി വരത്തില്ല. വേറെ കാര്യമൊന്നുമില്ല. കറക്റ്റാണ് അച്ഛൻ പറയണത്. കാര്യം സത്യസന്ധത, ദൈവത്തോടുള്ള ആത്മാർത്ഥത, അങ്ങനെയാണ് ഞാൻ 4 വയസ്സ് വരെ പഠിച്ചു വന്നത്. അല്ല കരസ്യമാർ ധ്യാനം കൂടി മാനസാന്തരപ്പെട്ട് തുടങ്ങിയ ശുശ്രൂഷ അല്ല. എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം അതാ. നമ്മൾ ദൈവതിരുസന്നിധിയിൽ സത്യസന്ധരാണ്, കർത്താവിനെ 10 മനുഷ്യനെ അറിയണം, അതിനുവേണ്ടിയാണ് ജീവിക്കണം എന്ന് ദൈവത്തിന് തോന്നിയാൽ നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ഇറങ്ങി വരും. ഇപ്പോൾ പല സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്താ? അത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ ഉറപ്പ് വരുത്തുന്നതാണ്. ഉടമ്പടി എല്ലാ ഉടമ്പടിയും അങ്ങനെയാണ്. അബ്രാഹത്തിൻ്റെ അതുപോലെ തന്നെ മോസസിൻ്റെത്, ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. ചിലക്ക് കാണാൻ പറ്റും, ദൃശ്യ സാന്നിധ്യമുണ്ട്. ചില സാന്നിധ്യം ദൃശ്യമാക്കണം പറഞ്ഞാൽ ദൈവം ദൃശ്യമാക്കും. ചിലത് ദൃശ്യമല്ലെങ്കിൽ അദൃശ്യ സാന്നിധ്യം ഉടമ്പടിക്കാരുടെ കൂടെ ഉണ്ട്. അത് ഉറപ്പാണ്, ഉടമ്പടിയുടെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ചിലർ സാക്ഷ്യം കറക്റ്റായിട്ട് പറയും. ഇപ്പം എത്ര സാക്ഷ്യം അങ്ങനെ പറയണത്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവ സാന്നിധ്യ സ്മരണയിൽ വേണം എൻ്റെ മക്കളെ ജീവിക്കാൻ. പത്രം മലയാളം പത്രമുണ്ട്, ഇംഗ്ലീഷ് പത്രമുണ്ട്, ഹിന്ദി പത്രമുണ്ട്, കന്നഡയുണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്. ഇത്രയും പത്രങ്ങളുണ്ട്. അപ്പോൾ തെലുങ്ക് നാട്ടിൽ പോകുന്ന ആൾക്കാർ, ആന്ധ്രയിലേക്ക് പോകുന്നവർ ആ പത്രമാണ് മേടിക്കേണ്ടത്. ബോംബെ പോകുന്നവർക്ക് ഹിന്ദി ഇംഗ്ലീഷും വാങ്ങിക്കാം. അപ്പം നിങ്ങളും ബോംബെയിൽ നിന്ന് വന്ന മലയാളികളാണെങ്കിലും അവിടെ കൊണ്ടേ കൊടുക്കേണ്ട പത്രങ്ങൾ മലയാളം മേടിക്കാം, പക്ഷേ അവർക്ക് ആ നാട്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷയും മേടിക്കാം. ഇതെല്ലാം വെഞ്ചരിക്കുകയാണ്, വെഞ്ചരിച്ച് വെച്ചിരിക്കുകയാണ്, വീണ്ടും വെഞ്ചരിക്കുകയാണ്. ഈ നേരത്തെ വസ്തുക്കൾ തന്നെ 12 പ്രാവശ്യമൊക്കെ വെഞ്ചരിക്കും. അച്ഛൻ ബ്രദർ പറഞ്ഞില്ലേ, അത് ഒരു നേരത്തെ വസ്തു ഉടമ്പടി ചെയ്യാത്തവരുണ്ട്. ചിലർക്ക് ഉടമ്പടി ചെയ്യാനുള്ള അവസ്ഥ കാണത്തില്ല. അപ്പോൾ അവരെ നിലനിർത്താൻ വേണ്ടിയും രക്ഷിക്കാൻ വേണ്ടിയാണ് ജെറീക്കോ പ്രാർത്ഥന ചൊല്ലിയിട്ട് ആ നേർച്ച വസ്തുക്കളെ വെഞ്ചരിക്കും. നിലത്തിരി, കാശുരൂപം, തേനൊക്കെ അങ്ങനെ വന്നതാണ്. നിങ്ങൾക്ക് ആ തേൻ കണ്ടില്ലേ, അതൊക്കെ എല്ലാം ഏറ്റവും ശുദ്ധമായ തേനാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആണ് നമ്മൾ അത് ബോട്ടിൽ ഞങ്ങൾ തരണത്. ആ തേനിന് അത്രയും തന്നെ വിലയുണ്ട് അതിൻ്റെ. അവിടെ എന്തെങ്കിലും മീതിയല്ല ഉദ്ദേശിക്കണത്. ദൈവത്തിൻ്റെ നേർച്ച വസ്തു സത്യസന്ധവും ശുദ്ധവുമായിരിക്കണം. ശുദ്ധം എന്നുള്ളത് ബൈബിളിലെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കണ പ്രത്യേക പേരാണ്, ശുദ്ധം. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. അവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും പാക്ക് ചെയ്ത് തരണത്. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് അത്. അപ്പം അതുകൊണ്ട് എല്ലാം അങ്ങനെയാണ്. ഉടമ്പടി തൈലം എന്ന് പറഞ്ഞാൽ എന്നാ, സാക്ഷ്യം പറഞ്ഞ ആൾക്കാർ പറഞ്ഞു ഉടമ്പടി വെളിച്ചെണ്ണയെന്ന്. അങ്ങനെ സാധനം ഇല്ല. ഉടമ്പടി ശുദ്ധമായ ഒലിവെണ്ണയാണ്. ശുദ്ധമായ ഒലിവെണ്ണയാണ് ആ തരണത്. അത് എത്രയോ പ്രാവശ്യം വെഞ്ചരിച്ചിട്ടാണ് തരണത്. അതുകൊണ്ട് നിങ്ങൾ അധികം ഒന്നും ഉപയോഗിക്കരുത്. ഉപയോഗിച്ചിട്ട് തിരിച്ചു വന്നാൽ ഇവിടെ തരാനില്ല. അങ്ങനെ കച്ചവടം ചെയ്യേണ്ട കാര്യം കൃപാസനത്തിനില്ല. ഇവിടത്തെ ഒരു തുള്ളിയാണ് ഉപയോഗിക്കേണ്ടത്. ഒരു തുള്ളി, ജസ്റ്റ് ഒരു തുള്ളി അടിവയറ്റിലൊക്കെ ഇടണത്. ഇതെൻ്റെ ഒരു പരിപാടി എന്ന് പറയണത്, നമ്മൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ, വാക്ക് പാലിച്ച് കഴിയുമ്പോൾ നമ്മൾ വാഗ്ദാന പേടകമായി നമ്മൾ മാറുകയും. അപ്പം നമ്മൾ തൊടുമ്പോഴും അതാണ് ഈ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. ഇപ്പം മക്കളില്ലാത്തവരുടെ അടിവയറ്റിലൊക്കെ കൊണ്ടുപോയി തൊടുന്നത് ആരാണ്? ഉടമ്പടി ചെയ്ത ആളാണ് കൊണ്ടുപോയി തൊടുന്നത്. കാര്യം അവർ വാഗ്ദാന പേടകമാണ്, അവർക്ക് ആ ശക്തിയുണ്ട്. അപ്പം അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. മറ്റു പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തപ്പെടുന്നത് അതാണ്. അത് കൊടുത്തു വിട്ടിട്ട് കാര്യമില്ല. ഉടമ്പടി വസ്തുക്കൾ, ഈ ജെറീക്കോ നേർച്ച വസ്തുക്കൾ കൊടുത്തു വിടാം, പക്ഷെ ഉടമ്പടി ഒരിക്കലും കൊടുത്തു വിടരുത്. ആരാണ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്തത് അയാൾക്കാണ് ചെയ്യാനുള്ള അധികാരം. അപ്പം അത് ശ്രദ്ധിക്കണം മക്കൾ, വളരെ ശ്രദ്ധിക്കണം. കാര്യം എല്ലാത്തിനും നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. എല്ലാ സാക്ഷ്യവും ഇപ്പം ഇവിടെ പറയാൻ സമയമില്ല. എല്ലാം ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു 60 സാക്ഷ്യം കിട്ടിയാൽ ചിലപ്പോൾ 10-20 സാക്ഷ്യമാണ് പറയിപ്പിക്കണത്. കാര്യം സാക്ഷ്യം പറയാൻ വരുന്നവർ ഇപ്പോഴത്തെ ഒരു പുതിയ സാഹചര്യം മനസ്സിലാക്കണം. ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പാടായിരിക്കും. സാക്ഷ്യം പറയാനുള്ള പേര് വിളിച്ചാൽ പോലും ഇങ്ങോട്ട് വരാൻ പാടാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് 8 മണിക്കാണ് അവിടെ കൗണ്ടർ ഓപ്പൺ ചെയ്യണത്. 8 മണിക്ക് തന്നെ സാക്ഷ്യം എഴുതി കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ ഉള്ള സ്ഥലത്ത് വന്ന് ഇവിടെ നിലയുറപ്പിക്കണം.
അത് പ്രത്യേക കാര്യം. സാക്ഷ്യം ഇപ്പോൾ ഏറ്റവും വലിയ ഉടമ്പടി അമ്മ പ്രത്യക്ഷപ്പെട്ട വിഷയവും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയുള്ള കാരണം അമ്മ വലിയ വലിയ അടയാളങ്ങൾ കാണിക്കും. അപ്പോഴേ ഇത് സഭ ഏറ്റെടുത്ത് പഠിച്ച് ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണം കിട്ടാൻ വേണ്ടിയാണ് അമ്മ അടയാളങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾ ചെയ്യേണ്ടത് അമ്മയെ സാക്ഷ്യം പറയിപ്പിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഇപ്പം ഞാൻ ചില ആൾക്കാരെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ സാക്ഷ്യം പറഞ്ഞാൽ എന്താ അറിയാമോ, അത് നോട്ടാണ്. നമുക്കറിയാൻ പറ്റും തൊട്ടിൽ കഴിയുമ്പോൾ സാക്ഷ്യം പറഞ്ഞ കേസ് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അവരോട് പറയും. ചില ആൾക്കാരോട് പറയത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അയ്യോ അച്ഛൻ പറഞ്ഞില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ചില വിഷയങ്ങൾ അങ്ങനെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ പറയാത്ത ആൾക്കാരും സുന്ദരമായ രീതിയിൽ അനുഭവം കിട്ടി സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേർച്ച വസ്തു ശ്രദ്ധിക്കണം. കാര്യം ജെറീക്കോ പ്രാർത്ഥന എന്ന് പറയുന്നത് 30 പേര് കൂടി ചെല്ലുന്നതാണ്. ദിവ്യകുർബാനെ എഴുന്നള്ളിച്ച് വെച്ചുള്ള ജപമാല പ്രാർത്ഥനയാണ്. അതിലാണ് അത് വെഞ്ചരിക്കണം 3 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് ശേഷം. കൃപാസനത്തിന് നേർച്ച വസ്തു നിങ്ങൾ ഉറപ്പ് വരുത്തണം. അത് കൃപാസനത്തിൻ്റെതാണോ കൃപാസനത്തിൽ വെഞ്ചരിച്ചതാണോ എന്ന് ഉറപ്പ് വരുത്തണം. അത് സ്റ്റോളിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അത് പ്രത്യേകിച്ച് ഗേറ്റിൻ്റെ ഉള്ളിൽ നിന്ന്. ഗേറ്റിൻ്റെ ഉള്ളിൽ പുറത്ത് ഒരു നേർച്ച വസ്തു കൊടുക്കാൻ ആർക്കും അനുവാദമില്ല. കാര്യം ഇത് നേർച്ച വസ്തു. അപ്പോൾ മറ്റു വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അനുഭവം കിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃപാസനത്തിൽ മേടിച്ചാണെന്നുള്ള കുപ്രചരണങ്ങൾ വരും. അത് ശുശ്രൂഷയെ ബാധിക്കുന്ന കാരണമാണ് ഇങ്ങനെ പറയാൻ കാരണം. ഈ പത്രങ്ങൾ തന്നെ വാങ്ങിക്കുമ്പോൾ ട്രെയിനിൽ കൊടുക്കാം. ഇപ്പം നിങ്ങൾ തമിഴ്നാട്ടിൽ പോകണമെന്നൊന്നുമില്ല. മദ്രാസ് ട്രെയിനിൽ കയറി എവിടെയാണെങ്കിൽ സ്റ്റോപ്പുള്ള സ്ഥലത്ത് കയറി അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് വിതരണം ചെയ്താൽ മതി. നിങ്ങളത് പ്രാർത്ഥിച്ച് കൊടുക്കണം. കർത്താവേ, എൻ്റെ കയ്യിൽ നിന്ന് പോണ പത്രം വായിച്ച് 10 പേര് ഈശോനെ അറിയാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് കൊടുക്കാൻ. അപ്പോൾ ദൈവത്തിന് അറിയാൻ ദൈവത്തിൻ്റെ മകളാണ്, ദൈവത്തിൻ്റെ മകനാണ്. ആരെയും വാടകയ്ക്ക് ഏൽപ്പിക്കരുത്. ചില ആൾക്കാരുടെ വീട്ടിൽ വേലക്കാരൊക്കെ നിൽക്കുമ്പോൾ പറയും മകളെ ഇത് എനിക്ക് നടക്കാൻ പാടില്ല, നീ കൊണ്ടേ കൊടുത്തേക്കാൻ അങ്ങനെ കൊടുക്കാൻ പാടില്ല. കൊടുക്കാൻ പാടില്ലെന്ന് വെച്ചതിൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മളാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉടമ്പടി ചെയ്ത് പിന്നെ ഉടമ്പടി വാടക ഉടമ്പടി ആക്കരുത്. അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ശവക്കുഴി തോണ്ടാൻ ഇടവരരുത്. വാടക ഉടമ്പടി ഇല്ല. ആരാണ് ഉടമ്പടി ചെയ്താണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്ര പേരുടെ കൂടെ വന്നാലും കൗൺസിലിംഗ് കൊണ്ടുപോകുന്നത് ആരായിരിക്കും? ആ ഉടമ്പടി ആരുടെ പേരിലാണെന്ന് നോക്കും. ഇപ്പോൾ ചില ആൾക്കാർ അമ്മയുടെ അല്ലെങ്കിൽ ഭാര്യനെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ഭർത്താവ് ഉടമ്പടി കൊണ്ടുവരും. ഞാനിവിടെ വായിച്ച് നോക്കും. വെട്ടിലുള്ള ഉടമ്പടിയാണെങ്കിൽ എടുക്കത്തില്ല. വെട്ടിത്തിരുത്തിയ ഉടമ്പടി കളഞ്ഞു പോയതാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? തിരുത്തേക്കാട് അതിനകത്ത് വെച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും ചെയ്യത്തില്ല. ഉടമ്പടി വെട്ടിപ്പോയാൽ തിരുത്തിപ്പോയാൽ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. കൗണ്ടറിൽ കൊടുത്തേക്കണം, ഇത് ഉടമ്പടി വെട്ടിപ്പോയതാണെന്ന് പറയണം. തിരുത്തിയ ഉടമ്പടി അച്ഛനെ സംബന്ധിച്ചിടത്തോളം ക്യാൻസൽഡാണ്. ഉടമ്പടി വലിയൊരു വിഷയമാണ്, ദൈവമായിട്ട് ചെയ്യണം. അത് പോയി കുമ്പസാരിക്കൊന്നും വേണ്ട. അച്ഛന്മാർ മിക്കവാറും ബിഷപ്പ് ഓഫീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ആൾക്കാർ കുമ്പസാരിക്കണം. നിങ്ങൾ എന്താ കുമ്പസാരിച്ചെന്ന് അറിയത്തില്ല. ഉടമ്പടി ചെയ്ത് എവിടെയെങ്കിലും ഒരു മിസ്സിങ് വന്നു പോയാൽ 1-2 പ്രാർത്ഥന മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സാപ്രകരണം ചെയ്ത് ഡബിള് കുമ്പസാരിച്ചിട്ട് 2 നേരം ഉപവസിച്ചിട്ട് വേണം രണ്ടാമത് തുടങ്ങാൻ. ശ്രദ്ധിക്കുക. ഉടമ്പടി മിസ്സായിപ്പോയെന്ന് വിചാരിച്ചു ഓരോ പ്രാർത്ഥന മിസ്സായിപ്പോയാൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ പോയി നിങ്ങളെ പോയി ഉടമ്പടി ചെയ്ത് കുമ്പസാരമല്ല മനസ്താപ്രകടനം ചെല്ലിയതിന് ശേഷം 2 നേരം ഉപവസിച്ചിട്ട് ഉടമ്പടി റീസ്റ്റാർട്ട് ചെയ്യണം. ഉടമ്പടി പ്രാർത്ഥന ഇവിടുത്തെ മുടങ്ങിപ്പോയി 2 പ്രാർത്ഥന മുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത് ആ 2 പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥന കൂടി അതിൻ്റെ നമ്പർ തികച്ചെടുത്തിട്ട് വേണമെങ്കിൽ അത് പൂരിപ്പിക്കാവുന്നതാണ്. അത് ഇപ്പം എല്ലാം ഉയർത്തിപ്പിടിക്കുക. നേരത്തെ വസ്തു ശ്രുതിയുടെ ഹല്ലേലൂയ. ഉയർത്തിപ്പിടിച്ച് ആശീർവാദം മേടിക്കുക. ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും ഓർക്കണം. പരീക്ഷ എഴുതുന്ന മക്കളെല്ലാം കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഇപ്പോൾ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ,
മാരക രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഈശോയെ അങ്ങ് സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഉടമ്പടിയിൽ ഞങ്ങൾ സമർപ്പിച്ചുള്ള നിയോഗങ്ങൾ അത്ഭുതകരമായി അങ്ങ് ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. വിദൂരങ്ങളിൽ നിന്ന് യൂട്യൂബിലൂടെ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും ഈ നിമിഷം ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മുടെയും നമ്മുടെ നിയോഗങ്ങളെയും ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ രോഗങ്ങളെയും ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ